എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നലെ ചർച്ച ചെയ്ത ശ്ലോകങ്ങളൊന്ന് വായിക്കാം. 10-ാം ശ്ലോകം മുതൽ 13-ാം ശ്ലോകം. ഇരുളിലിരുപ്പവനാരു ചൊൽക നീ എന്നൊരുവനുരപ്പതു കേട്ടു താനുമേവം അറിവതിനായി അവനോട് നീയുമാരെന്ന് അരുളുമിതിൻ പ്രതിവാക്യം ഏകമാകും. അഹമഹമെന്നരുളുന്നതൊക്കെയാരായുകിൽ അകമേ പലതല്ല അതേകമാകും. അകലുമകന്ത അനേകമാകയാൽ ഈ തുകയിലകം പൊരുളും തുടർന്നിടും. തൊലിയുമെലുമ്പുമലം ദുരന്തമന്ത കലകളുമേന്തും അഹന്തയൊന്നു കാൺക. പൊലിയും ഇത് അന്യം പൊലിഞ്ഞു പൂർണ്ണമാകും. വലിയോരഹന്തവരാ വരം തരേണം. ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശ്വന് അകമലരിട്ടു വണങ്ങി അക്ഷമാറി സകലമഴിഞ്ഞു തണിഞ്ഞു കേവലത്തിൻ മഹിമയുമറ്റ് മഹസ്സിനാണിടേണം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 14 മുതലുള്ള ശ്ലോകങ്ങളാണ്. 14-ാം ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ പഴയ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തിരുത്തലുകളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആവാം. 14-ാം ശ്ലോകം. ത്രിഭുവനസീമ കടന്നു തിങ്ങി വിങ്ങും ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്കു കരസ്ഥമാകുവീലെന്ന് ഉപനിഷദുക്തി രഹസ്യം ഓർത്തിടേണം. ത്രിഭുവന സീമ കടന്ന് തിങ്ങി വിങ്ങും ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്ക് കരസ്ഥമാകുവീലെന്ന ഉപനിഷദുക്തി രഹസ്യം ഓർത്തിടേണം. ത്രിഭുവന സീമ. മൂന്ന് ലോകങ്ങൾ ഉണ്ട് എന്നൊരു സങ്കല്പം ഭാരതത്തിലുണ്ട്. ലോകത്ത് പലയിടത്തും അത്തരം സങ്കല്പങ്ങളുണ്ട്. ഭാരതീയ സങ്കല്പം അനുസരിച്ച് അത് സ്വർഗം, നരകം അല്ലെങ്കിൽ പാതാളം, പിന്നീട് യഥാർത്ഥ അല്ലെങ്കിൽ ഭൂമിയിലെ ജീവിതം. അപ്പൊ സ്വർഗം, ഭൂമി, പാതാളം, അല്ലെങ്കിൽ സ്വർഗം, ഭൂമി, നരകം എന്നതാണ് പൊതുവായിട്ടുണ്ടായിരിക്കുന്ന പഴയ ധാരണ. അത്തരം ധാരണകൾ ഒരു പരിധിവരെ ഇപ്പോഴും പലരും വച്ചു പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ്. അത് നമ്മുടെ ഒരു ഭാവനയാണ്. അങ്ങനെ ഒരു സ്വർഗവും അങ്ങനെ ഒരു നരകവും ഒന്നും യഥാർത്ഥത്തിലില്ല. യഥാർത്ഥത്തിലുള്ളത് ഈ ഭൂമിയിലെ ജീവിതം മാത്രമേ ഉള്ളൂ. അപ്പോ ഈ ഭാവനയിൽ പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നിരുപാധികമായ സത്യത്തിൽ, നേരത്തെ നമ്മൾ പറഞ്ഞ എല്ലാ ഉപാധികളും ഇല്ലാതെ നിലനിൽക്കുന്ന ഞാൻ, രണ്ട് ഞാനുകളെ നമ്മൾ കണ്ടത് ഓർമ്മയുണ്ടല്ലോ അല്ലെ? പരീക്ഷണത്തിൽ ഓരോരുത്തരും ഞാൻ വേറെ എന്ന് അറിയുന്ന ഒരു ഞാനുണ്ട്. മറ്റേത് എല്ലാവരിലും പൊതുവായിരിക്കുന്ന ഒരു ഞാനുണ്ട്. ഇങ്ങനെ രണ്ട് ഞാനില്ല. പിന്നെന്താണ്? രണ്ടായിട്ട് നമ്മൾ അറിയുന്നതാണ്.
നമ്മൾ ഓരോരുത്തരും ധരിക്കുന്നു ഞാൻ. ഈ ഞാൻ എന്ന് പറയുന്നത് നമ്മൾ 13-ാം ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഞാൻ ആരാണെന്നുള്ളത്. എങ്ങനെയുള്ള ഞാനാണത്? തൊലിയുമെലുമ്പു മലം ദുരന്തം അന്തക്കലകളുമേന്തും അഹന്തയൊന്നു കാൺക. ഈ തൊലിയും മാംസവും എല്ലാം കൂടെ ചേർന്ന് ശരീരവും ഇതിനകത്തുണ്ടായിരിക്കുന്ന അന്തക്കലകൾ, മനസ്സും ബുദ്ധിയും ഈഗോയും എല്ലാം കൂടെ ചേർന്ന് ഞാൻ ഇന്നാരാണെന്ന് പറഞ്ഞ് അഭിമാനിച്ച് നടക്കുന്ന ഒരു ഞാനുണ്ട്. ആ ഞാനിനെയാണ് നമ്മൾ പറഞ്ഞത് ഈ വേറെ ആണ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അനേകമായിരിക്കുന്ന ഞാനുകൾ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അങ്ങനെ വേറെ വേറെ ആണെന്ന് വിശ്വസിക്കുന്നവരാണ്, അല്ലെ? ഇപ്പൊ ഇവിടെ 2 അജി കുമാരനുണ്ടെന്ന് ഞാൻ വിചാരിക്കുക. അപ്പൊ ഞാൻ ഒരാളെ അജി എന്ന് വിളിച്ചപ്പം മറ്റേയാള് വിളിച്ചു പറഞ്ഞു, സാർ ഏത് അജിയാണ്? ഞാൻ പി അജിയാണ്, മറ്റത് കെ അജിയാണ്. എന്താ, ഞാൻ വേറെയാണ്. ഒരു പേര് വന്നിട്ട് പോലും അതിൽ പോലും നമ്മൾ എങ്ങനെയാണ് വേറെയാണ് എന്ന്, അല്ലേ? ഇങ്ങനെയുള്ള ഈ വേറെ വേറെയായിരിക്കുന്ന ഞാൻ എന്ന സങ്കല്പവും യഥാർത്ഥത്തിൽ ഉള്ള ഞാൻ ഈ എല്ലാ ഞാനുകളിൽ കൂടി അല്ലെങ്കിൽ പ്രകാശിക്കുന്നതാണ്. നമ്മളവിടെ എക്സാമ്പിൾ പറഞ്ഞത് എന്താണ്? ഒരു മാല, അതിൽ 108 കണ്ണികൾ ഉണ്ട് എന്ന് വിചാരിക്കുകയാണ് എങ്കിൽ ഓരോ കണ്ണിയും അറിയുന്നുണ്ട് ഞാനാണെന്ന് നമ്മൾ ഏത് രീതിയിലാണ്? ആ ഓരോന്നിൽ കൂടിയും ഈ നൂല് കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഓരോന്നിനും വേണമെങ്കിൽ വിചാരിക്കാം ഞാൻ എന്ന അർത്ഥത്തിൽ, അല്ലേ? പക്ഷെ ഞാനെന്നത് വിചാരിക്കുമ്പോഴും അതെവിടെ നിൽക്കുകയാണ്? ഈ നൂലിൽ നിൽക്കുകയാണ്. അങ്ങനെ എല്ലാ കണ്ണികളിലും കൂടി ഈ നൂല് കടന്നു പോകുമ്പോൾ ആ നൂലിനെ നമുക്ക് വലിയ ഞാൻ, ഏത് ഞാൻ? ഏകമായ ഞാൻ എന്ന് പറയാം. അത് ഏകമാണ്, എല്ലാത്തിലും ഉള്ളതാണ്. മറ്റേത് ഓരോരുത്തരും ഞാൻ എന്നറിയുന്നത് അവരിൽ കൂടി കടന്നു പോകുന്ന ആ നൂലിനെ ആസ്പദമാക്കിക്കൊണ്ടാണ്. നമ്മൾ ഓരോരുത്തരും എന്ന് തിരിച്ചറിയുന്ന ഒരു അറിവുണ്ട്. ആ അറിവിന്റെ ആകത്തുകയാണ് എന്നെന്ന് പറയുന്നത് നമ്മൾ ഏകമായ. ആ ശ്ലോകത്തിൽ അവസാനിക്കുന്നു അങ്ങനെയാണല്ലേ? 11-ാം ശ്ലോകം എങ്ങനെയാണ്? അഹമഹമെന്നറിയുന്നതൊക്കെ ആരായുകിൽ അകമേ പലതല്ല അതേകമാകും അകലുമഹന്ത അനേകമാകയാൽ. അപ്പൊ എങ്ങനെയാണ്? ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് ആ തുകയിൽ ഈ അനേകമായ ഞാനുകളും ഏകമായ ഞാനിന്റെയും ആകത്തുകയാണ് യഥാർത്ഥത്തിലുള്ള പരമ്പൊരുൾ അല്ലെങ്കിൽ സത്യം. അത് നമ്മളിനി 88-ാം ശ്ലോകത്തിലേക്കൊക്കെ നിങ്ങളെടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അത് വളരെ വ്യക്തമാകും. ഈ രണ്ടും ചേർന്നിരിക്കുന്ന, വേർപെടുത്തി വെക്കാനാവാത്ത വണ്ണം ഒന്നായാണിത്. ഏത്? ഈ പല ഞാനുകളും ഏകമായ ഞാനും എന്ന് പറയുന്ന ഒന്ന് തന്നെയാണ്. ഒരേ നൂല് തന്നെയാണ്. ഓരോ മണിയിൽ കൂടി കടന്നു പോകുന്നതും ആ മണികളെ എല്ലാം ചേർത്ത് വെച്ചിരിക്കുന്നതും. അപ്പോൾ അത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് മാലയായി മാറുന്നത്, അല്ലെങ്കിൽ പരമമായ സത്യമായിട്ട് പരമ്പൊരുളായി നാം കാണുന്നത് എന്നാണ് ആ 11-ാം ശ്ലോകത്തിൽ പറഞ്ഞത്. 10-ാം ശ്ലോകത്തിൽ പറഞ്ഞതിനെ ഉടൻ നിരീക്ഷിച്ചതാണ്. രണ്ടുപേരും പറഞ്ഞു, ഓരോരുത്തരും പറഞ്ഞു ഞാൻ ഞാൻ. അപ്പൊ രണ്ടുപേർക്കും വെവ്വേറെ ഓരോ ഞാനുണ്ട്. പക്ഷെ അത് സൂക്ഷിച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ രണ്ടുപേരും പറഞ്ഞത് ഒരേ കാര്യം തന്നെയാണ്. അപ്പൊ അവിടെ ഒരു പൊതുജ്ഞാനമുണ്ട്. അങ്ങനെ കോടാനുകോടി മനുഷ്യരിൽ ഓരോരുത്തരും ഞാൻ ഞാൻ എന്ന് വേറെ വേറെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് അനേകമായ ഞാനാണ്. എല്ലാരിലും കൂടെ ഉള്ളത് ഇതേ ഞാൻ തന്നെയാണെന്ന് അറിയുമ്പോൾ അവിടെ ഒരു ഏകമായ ഞാനാണ്. അപ്പൊ അനേകമായ ഞാനും ഏകമായ ഞാനും കൂടി ചേരുമ്പോഴാണ്, അത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് കാണുമ്പോഴാണ് യഥാർത്ഥ സത്യത്തെ നമ്മൾ അറിയുന്നത്. അവിടെ ഒരു യോഗാത്മകമായ സമീപനം ആവശ്യമാണ്. രണ്ടിനെയും ചേർത്ത് വെക്കണം. ഏകത്തെയും അനേകത്തെയും ചേർത്ത് വെക്കണം. ലോകത്തെയും ലോകത്തിന് ആധാരമായ സത്യത്തെയും കൂടെ ചേർത്ത് വെക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സത്യത്തെ നമ്മൾ തിരിച്ചറിയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോ ഈ 13 വരെയുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടത്, പ്രത്യേകിച്ചും 12, 13 ശ്ലോകങ്ങളിൽ കണ്ടത് ഈ 2 ജ്ഞാനികളുടെ പ്രത്യേകതകളാണ്. അതിൽ അനേകമായ ജ്ഞാനികളിൽ നിന്നും നമ്മൾ ഏകമായ ജ്ഞാനിലേക്ക് കടന്നു വരുന്നതിന് തടസ്സമായിരിക്കുന്നത് എന്താ? നമ്മൾ കണ്ടു കഴിഞ്ഞു, ത്രിഗുണങ്ങൾ ആണെന്ന് കണ്ടു കഴിഞ്ഞു, അല്ലേ?
കണ്ടില്ലേ? തിരുവനന്തപുരം പറഞ്ഞില്ലേ, അല്ലെ? പ്രകൃതി സഹജമായി ഉണ്ടായിരിക്കുന്ന ആ അവസ്ഥയാണത്. ആ ത്രിഗുണങ്ങളിൽ പെട്ടുപോകുന്നതാണ് പ്രശ്നം. അപ്പൊ ത്രിഗുണാതീതം ആവേണ്ടതായി. ത്രിഗുണാതീതമാണ് എന്ത്? പരമമായ സത്യം, അല്ലെങ്കിൽ പരമ്പൊരുൾ ത്രിഗുണാധീനമല്ല. നമ്മൾ ത്രിഗുണത്തിന് അധീനമാണ്. എന്നാൽ ആ ത്രിഗുണങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എന്തെന്ന് പറയുന്നത്? പ്രകൃതി എന്ന് പറയുന്നത്. അത് ഉൾക്കൊള്ളുന്നതാണ് പരമമായ സത്യം, അല്ലെങ്കിൽ പരമ്പൊരുൾ എന്ന് പറയുന്നത്. രണ്ടാമത് കണ്ട ഒരു തടസ്സം എന്താണ്? വലിയോരഹന്ത വരാ വരം തരേണം, അല്ലേ? അപ്പൊ ത്രിഗുണങ്ങളോടുകൂടി ഇരിക്കുന്നതായ ശരീരാദികൾ, ആ ഞാൻ പൊലിഞ്ഞു പോകുന്നതാണ്. അനേകത്തിലുള്ള ഞാൻ, ഓരോരുത്തരും വേറെയാണെന്ന് അറിയുന്ന അവരുടെ ശരീരത്തെയും മനസ്സെയും ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ്. അത് പൊലിഞ്ഞു പോകുന്നതാണ്. അത് പൊലിഞ്ഞു പോകുമ്പോഴാണ്, അത് പൊലിഞ്ഞ് എത്രമാത്രം പോകുന്നുവോ അത്രയധികം മറ്റൊന്ന് പൊലിഞ്ഞ് വർദ്ധിച്ചുകൊണ്ടിരിക്കും, പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. അതേതാണ്? ഏകമായ ജ്ഞാനം. മനസ്സിലാവുന്നുണ്ടോ? അനേകത്തിലുള്ള ജ്ഞാനികളും ഏകമായ ഞാനും, ഓരോരുത്തരും ഞാനെന്ന് അഭിമാനിക്കുന്ന ഞാനും, ഓരോരുത്തരുടെയും ഉള്ളിലിരുന്ന് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ജ്ഞാനികളുടെ ആകത്തുകയും, അതാണ് ഏകമായ ജ്ഞാനം. അപ്പൊ നമ്മൾ അനേകമായ ആ വേറിട്ട് നിൽക്കുന്നതിൽ നിന്നും എത്രമാത്രം ഏകമായ ജ്ഞാനിലേക്ക് കടന്നു വരുന്നുവോ ആ ഏകമായ ജ്ഞാനാണ് പരമ്പൊരുൾ എന്ന് പറഞ്ഞു വെച്ചു. ഈ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ 14-ാം ശ്ലോകത്തിൽ തടസ്സം, വേറെ ചില തടസ്സങ്ങൾ എടുത്ത് കാണിക്കുകയാണ്. എങ്ങനെയാണ് ആ ഏകമായ ജ്ഞാനിലേക്ക്, പരമ്പൊരുളിലേക്ക് നമുക്ക് എത്തുന്നതിന് തടസ്സമാവുന്നത്? അതിലൊന്നാണ് ത്രിഭുവന സീമ കടന്നു തിങ്ങി വിങ്ങും ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം. ആ ദീപമാണ് ഏകമായ ഞാൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ഒരു ദീപത്തെ കുറിച്ച് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടല്ലോ, അല്ലേ? 5-ാം ശ്ലോകത്തിൽ കേട്ടിട്ടില്ലേ? ഉലകരുറങ്ങി ഉണർന്നു ചിന്ത ചെയ്യും പലതും ഇതൊക്കെയുറ്റു പാർത്തു നിൽക്കും വിലമതിയാതെ വിളക്കുതിക്കയും പിൻപൊലികയിതു കണ്ടുപോയിടേണം, അല്ലേ? ആ ദീപം തന്നെയാണ് ഈ പറഞ്ഞത്. ഒരിക്കലും ഉദിക്കാത്തതും അസ്തമിക്കാത്തതും ആയ ഒരു വിളക്കുണ്ട്, പ്രകാശമുണ്ട്. ആ പ്രകാശം ഓരോരുത്തരുടെയും ഉള്ളിലിരുന്ന് പ്രകാശിക്കുമ്പോഴാണ് നമ്മൾ ഞാൻ എന്ന് അറിയുന്നത്. ആ പ്രകാശം, അതാണ് ആഴത്തിൽ, നേരത്തെ കണ്ട് ആഴത്തിലുള്ള ഒരു ഞാനുണ്ട്. അതാണ് ഏകമായ ഞാൻ എന്ന് പറയുന്നത്. മറ്റേ നമ്മൾ വ്യവഹാരത്തിൽ ഉള്ള ഞാനാണ്, പെരിഫറിയിലുള്ള ഞാനാണ്. ഇത് രണ്ടും കൂടെ ചേർന്നെങ്കിലേ യഥാർത്ഥത്തിലുള്ള സത്യം ആകുന്നുള്ളൂ എന്നുള്ള, രണ്ടും അത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ആ ദീപത്തെ, അങ്ങനെ ഒരു പരമ്പൊരുളിനെ അറിയണമെങ്കിൽ രണ്ട് തടസ്സങ്ങളെ നമ്മൾ ഓവർകം ചെയ്യണം, അതിനപ്പുറത്തേക്ക് പോകണം. അതിലൊന്നാണ് ത്രിഭുവന സീമ എന്നത് പറഞ്ഞത്, മറ്റേത് ത്രിപുടിയാണ്. അപ്പൊ ത്രിപുടി മുടിയണം, അതുപോലെ തന്നെ ത്രിഭുവന ധാരണകൾ നമ്മിൽ നിന്നും അകന്നു പോകണം. അപ്പൊ ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് ത്രിഭുവനം എന്നുള്ളത്. എന്താണ് ത്രിഭുവനം? ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. 3 ലോകങ്ങൾ ഉണ്ട് എന്ന് പൊതുവെ ധാരണ നമ്മളുടെയൊക്കെ ഇടയിൽ നിൽപ്പുണ്ട്. അത് ഒന്ന്, പാപം ചെയ്യാതിരിക്കുകയാണെങ്കിൽ, പുണ്യം ചെയ്യുകയാണെങ്കിൽ എത്തിച്ചേരാൻ സാധ്യതയുള്ള സ്വർഗം, പാപം ചെയ്യുകയാണെങ്കിൽ എത്തിച്ചേരുന്നതായ പാതാളം അല്ലെങ്കിൽ നരകം. മറ്റൊന്ന്, ഇത് രണ്ടും ചേർന്ന് അനുഭവിക്കുന്നതായ ഈ യാഥാർത്ഥ്യ ലോകം. ഒന്ന് എന്താണ് ഈ സ്വർഗം എന്ന് പറയുന്നത്? നമ്മൾ ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മൂല്യങ്ങളുണ്ട്, അല്ലേ? അതിന്റെ ആകത്തുകയാണ് സ്വർഗം എന്ന് പറയുന്നത്. ആണോ അല്ലയോ? നമുക്ക് ഇന്നത് കിട്ടണം, അങ്ങനെ കിട്ടണം, ആ സുഖം കിട്ടണം, ഈ സുഖം കിട്ടണം എന്നൊക്കെ പറയുന്ന ഒരുപാട് മൂല്യങ്ങളെ കുറിച്ച് നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെ നമ്മൾ ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്ന മൂല്യങ്ങളുടെ ആകത്തുകയാണ് സ്വർഗം എന്ന് പറയുന്നതെങ്കിൽ, നമ്മൾ അകറ്റി നിർത്താൻ ആഗ്രഹിക്കുന്ന കുറച്ച് മൂല്യങ്ങളുണ്ട്. ദുഃഖം ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്നതാണോ? അല്ല. ദുരിതം, പ്രയാസങ്ങൾ, ഇതെല്ലാം നമ്മൾ മാറ്റിവെക്കാൻ ആഗ്രഹിക്കുന്നതാണ്. അതിന്റെ ആകത്തുകയാണ് നമ്മൾ നരകം എന്ന് പറയുന്നത്. നമ്മളൊരാൾ സുഖമില്ലാതെ കിടക്കുമ്പോൾ ചെന്ന് കണ്ട എന്ത് പറയാനാ, എന്തൊരു നരകമാണ് എന്ന് നമ്മൾ പറയും.
അപ്പൊ ആ നരകം എവിടെയാണ് ഇരിക്കുന്നത്? വേറെ എവിടെയാണോ? നമ്മുടെ ഉള്ളിൽ തന്നെ, നമ്മുടെ മനസ്സിലെ തന്നെ, നമ്മുടെ തന്നെ ഭാവനയാണത്. സ്വർഗവും അത് തന്നെയാണ്. നമ്മൾ ഫോൺ വിളിച്ചിട്ട് എങ്ങനെയുണ്ടോ, ഞാൻ സ്വർഗത്തിലാണല്ലോ, എനിക്കൊരു കുഴപ്പമില്ല. കാരണം കഴിഞ്ഞിടയില് ഭാഗ്യക്കുറി അടിച്ചു, 25 കോടി കിട്ടി, അപ്പൊ സ്വർഗം ഉണ്ടായി. ഇയാളെ തന്നെ നമ്മൾ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ പറയുന്നതായിരിക്കും, എന്ത് പറയാനാ, അത് കിട്ടിയതോടുകൂടി എന്റെ നരകം ആരംഭിച്ചു. അപ്പൊ ഇതെല്ലാം മനസ്സിന്റെ സങ്കല്പനങ്ങളാണ്. സ്വർഗം എന്ന് പറയുന്നത്, നരകം എന്ന് പറയുന്നത്. ഇത് രണ്ടും വാസ്തവത്തിൽ ചേർന്ന് ഇവിടെ അനുഭവിക്കുന്ന ഒരു ലോകമുണ്ട്. അവിടെ സുഖമുണ്ട്, ദുഃഖമുണ്ട്. അതാണ് യഥാർത്ഥ ലോകം, അല്ലെങ്കിൽ ഭൂമി എന്ന് പറയുന്നത്. ഇതെവിടെയാണ് നിലകൊള്ളുന്നത്? ഈ സ്വർഗബോധവും ഈ നരകബോധവും ഇപ്പൊ യാഥാർത്ഥ്യത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമെല്ലാം എവിടെയാണ്? ഇവിടെ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ആഹാ എന്ത് ഉഷാറായി എന്ന് പറയുന്നതും മനസ്സിലുള്ള സങ്കല്പമാണത്. ഇതേ കാര്യം തന്നെ നമ്മൾ ചായ ഒരിക്കലും ഇഷ്ടമില്ലാത്ത ഒരാൾ കൊടുക്കുകയാണെങ്കിൽ, നിർബന്ധിച്ച് കുടിപ്പിക്കുകയാണെങ്കിൽ അയാൾ നരകം അനുഭവിക്കുകയാണ് അവിടെ, അല്ലേ? മദ്യം താല്പര്യമുള്ളവര് തൊട്ടടുത്തൊരു മദ്യഷാപ്പ് വന്നു കഴിഞ്ഞാൽ സ്വർഗം അടുത്ത് വന്നതിന് തുല്യമുള്ള സങ്കല്പമാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ആ സങ്കല്പങ്ങളും എല്ലാം വാസ്തവത്തിൽ സങ്കല്പങ്ങൾ തന്നെയാണ്. നമ്മുടെ ഉള്ളിലുള്ള ധാരണകളാണ്, സങ്കല്പങ്ങളാണ്. ആ സങ്കല്പങ്ങളെല്ലാം എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ ഉള്ളിലുള്ള അറിവിൽ നിന്നാണ് വരുന്നത്. ആ അറിവുകളുടെ അറിവായിരിക്കുന്ന ഒരറിവിൽ നിന്നാണ് ഈ പറഞ്ഞ അറിവ് ഉണ്ടാവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എത്രയെല്ലാം അറിവുകൾ ഈ ലോകത്തുണ്ടോ അത്രയും അറിവുകളെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ അറിവുകൾക്കെല്ലാം ആധാരമായിരിക്കുന്ന ഒരു അറിവുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞ ഏകമായ ഞാൻ, അല്ലെങ്കിൽ ഏകമായ അറിവ്, അല്ലെങ്കിൽ പരമ കാരണമായിരിക്കുന്നതായ സത്യം. അതിൽ ആണല്ലോ ഈ സങ്കല്പങ്ങളെല്ലാം ഉണ്ടായത്. അപ്പോൾ സങ്കല്പങ്ങൾക്കകത്താണോ അറിവ്, അതോ അറിവിനകത്താണോ സങ്കല്പങ്ങൾ? എവിടെയാണ്? അറിവിനകത്താണ് സർവ്വസങ്കല്പങ്ങളും വരുന്നത്, അല്ലേ? അപ്പൊ ഈ ത്രിഭുവനം എന്ന് പറയുന്നത് എവിടെയാണ്? അറിവിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഏകമായ ഞാനിലാണത്. ആ നിരുപാധികമായ അറിവിലാണ് സ്വർഗം എന്ന ഉപാധിയോടുകൂടിയ അറിവും നരകം എന്ന ഉപാധിയോടുകൂടിയുള്ള അറിവുകളുമെല്ലാം ഇരിക്കുന്നത്. എല്ലാ സ്വാഭാധികതകളും നിരുപാധികത്തിലാണ് നിലകൊള്ളുന്നത്. ആ നിരുപാധികമായ ആ അറിവിനെയാണ് നമ്മൾ ഏകമായ ഞാൻ എന്ന് പറഞ്ഞത്. എല്ലാ ജ്ഞാനികളുടെയും ഞാനായിരിക്കുന്ന ഞാനാണത്. അപ്പോൾ വാസ്തവത്തിൽ ഈ അറിവ്, അല്ലെങ്കിൽ പരമമായ സത്യം, ഇവിടെ ഗുരു പറഞ്ഞിരിക്കുന്ന ദീപം, ഇതിനെല്ലാം അതീതമാണ്. അപ്പോൾ നമുക്ക് ഇതിന് അതീതമായി പോകുന്നതിന് എന്ത് ചെയ്താൽ മതി? ആ അറിവിലെത്തിയാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ഏതറിവിൽ? ആ വലിയ, ആ ഏകമായ ഞാനിൽ എത്തിയാൽ മതി. അതിന് ആ ത്രിഭുവന സീമ കടന്ന് തിങ്ങി വിങ്ങുന്നതാണ് അത്. ഇനി രണ്ടാമത്തേത് എന്താണ്? അടുത്ത ഒരു തടസ്സം എന്ന് പറയുന്നത് ത്രിപുടിയാണ്. ഇത് 4-ാം ശ്ലോകത്തിൽ നമ്മൾ കണ്ടതാണ്. ആത്മോപദേശ ശതകം തന്നെ 4-ാം ശ്ലോകം. എന്താണത്? അറിവും അറിഞ്ഞിടുമർത്ഥവും പുമാൻ തന്നറിവും ഒരാദിമഹസ്സു മാത്രമാകും വിരളത വിട്ടു വിളങ്ങുമാം മഹത്താം അറിവിൽ അമർന്ന അത് മാത്രമായിടേണം. ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. അത് മാത്രമായി മാറിയിടേണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ത്രിപുടി എന്ന് പറയുന്ന ഈ നമ്മുടെ ഏത് അറിവിലും 3 തലങ്ങളാണുള്ളത്. ഒന്ന്, അറിയുന്ന ഞാൻ. ആത്മോപദേശ ശതകത്തെ ഞാൻ അറിയുന്നു. എന്തിനാണ് അറിയുന്നത്? അറിയപ്പെടുന്നത് ആത്മോപദേശ ശതകം. ഇതിന് രണ്ടിനും ഇടയിൽ അറിവ് എന്ന പ്രക്രിയ. നമ്മളൊരു പുഷ്പത്തെ കാണുമ്പോൾ പുഷ്പം ഏതാണ്? അറിയപ്പെടുന്നതും അറിയുന്നത് നമ്മളും. ഇതിനിടയിൽ പുഷ്പം എന്ന അറിവും ഉണ്ട്. ഇതിനാണ് ത്രിപുടി എന്ന് പറഞ്ഞത്. 3 പുടങ്ങളുള്ള ഒരു പുഷ്പം പോലെയാണ് എന്നതിനെ സങ്കല്പിച്ചിരിക്കുകയാണ്.
ഈ ത്രിപുടി വലിയ പ്രശ്നമാണ്. നമ്മളെ ഏകമായ സത്യത്തിലേക്ക്, ഏകമായ ജ്ഞാനിലേക്ക് എത്തുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ഈ ബഹുത്വമാണ്. എന്ത് ബഹുത്വം? ഈ ദ്വൈതമാണ്. എന്താണ് ദ്വൈതം? ഞാനും ഞാൻ അല്ലാത്തതും. ഇതാണ് പ്രശ്നം. ഞാൻ അല്ലാത്തത് ഉണ്ടെന്ന് അറിയുന്നതാണ് അസ്വസ്ഥത. നമ്മുടെ വീട്ടിൽ നമ്മൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ഒന്നിനെ പേടിക്കേണ്ട കാര്യമില്ല, അല്ലേ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗൾഫിലിരുന്ന മകൻ ഒരു കല്യാണം കഴിച്ച് ഒരു പെണ്ണുമായിട്ട് വന്നു. തീർന്നു. ഞാനല്ലാത്ത ഒരു സാധനം വന്നിരിക്കുന്നു. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെയായി. ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്നതെല്ലാം ഈ ഒരു ബോധം കൊണ്ടാണ്. ഞാൻ അല്ലാത്തതുണ്ട് എന്ന ബോധത്തിൽ നിന്നാണ് നമുക്ക് ഭയവും ദേഷ്യവും എല്ലാം ഉണ്ടാകുന്നത്. അതിനെ നമ്മൾ ദ്വൈത ബോധം എന്നൊക്കെ വേദാന്തം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ? ഞാനും ഞാൻ അറിയപ്പെടുന്നതും. ഞാൻ അറിയപ്പെടുന്ന ഒരു പ്രപഞ്ചം ഇവിടെ കിടക്കുകയാണ്, അല്ലേ? രണ്ടാം ശ്ലോകം എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത്? കരണവും ഇന്ദ്രിയവും കൈതരം തൊട്ടറിയുമൂർത്തിലെല്ലാം പരവിളി തന്നിലുയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണു തിരഞ്ഞു തേറിടേണം. എൻ്റെ ഈ ഏറ്റവും സൂക്ഷ്മമായ മനസ്സ് മുതൽ അതിസ്ഥൂലമായ ഈ നക്ഷത്രങ്ങളും എല്ലാം ഉൾപ്പെടുന്നതായ ഈ ബൃഹത്തായ ലോകം എന്ന് പറയുന്ന ഭഗവാന്റെ ശരീരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം ഞാൻ അറിയുന്നതാണ്, ഞാനല്ല. എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി എന്നാ പറയുന്നത്, അല്ലെ? എൻ്റെ ശരീരം, ഈ ശരീരമല്ല ഞാൻ. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ടീച്ചറിനോട് ചോദിക്കുകയാണ്, ടീച്ചറിന്റെ കഴുത്തിൽ കിടക്കുന്ന മാല ആരുടേതാണ്? ടീച്ചർ ഒരു സംശയമില്ലാതെ പെട്ടെന്ന് പറയും, ചോദിച്ചു കളയുമെന്ന് പേടിച്ച് എന്റേതാണെന്ന് അപ്പോഴേ പറയും. ടീച്ചർ ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ടീച്ചർ ചോദിക്കില്ല. ടീച്ചർ തണുത്ത് സാത്വിക ആയതുകൊണ്ട്. ഒരു 10-30 വർഷം മുമ്പാണെങ്കിൽ ഒരു രക്ഷയില്ല. കൊച്ചുങ്ങൾ 5-6 അവർക്ക് അവരെ പെടുത്തണം. അപ്പൊ എന്താ കാര്യം? എന്റേതെന്ന് പറയുന്നത് എന്താണ്? ഈ മാല ഊരി ടീച്ചർ ഒരാളിന് വിറ്റു കഴിഞ്ഞപ്പോ ടീച്ചറിന്റെ നല്ല മാലയെന്ന് വ്യക്തമായി കഴിഞ്ഞു. ഇതുപോലാണ് ഈ ശരീരം. എന്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എപ്പോഴും എന്റേതല്ലാതാവാം, എന്നിൽ നിന്ന് വിട്ടുപോവാം എന്നർത്ഥം. അപ്പൊ ഞാനല്ല ശരീരം. മാല ഞാൻ അല്ലാത്തതുപോലെ തന്നെ ശരീരവും ഞാനല്ല. അതെല്ലാം എന്റേതുകൾ മാത്രമാണ്. ആ എന്റേതുകൾ എന്നത് നിലനിൽക്കുന്നിടത്തോളം കാലം അസ്വസ്ഥതകളാണ്. എന്റേതൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ, എന്റേതൊക്കെ ചോർന്നു പോകുമോ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. അതാണ് ത്രിപുടിയുടെ പ്രശ്നം എന്ന് പറയാം. അറിവും അറിഞ്ഞിടും അർത്ഥവും പുമാൻ തന്നറിവും ഒരാദിമഹസ്. അതാണ് ഏകമായ ഞാൻ നാം കാണുന്നത് ആ ആദിമഹസായിട്ടാണ്. ആ ഏകമായ ഞാനെ നമ്മൾ 1-ാം ശ്ലോകത്തിൽ കരു എന്നാണ് കണ്ടത്, അല്ലേ? 2-ാം ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് എന്താണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. 2-ാം ശ്ലോകത്തിൽ എന്താണ്? ഭാനുമാന്റെ ശരീരം എന്നാണ്. ഭാനുമാനാണ് അവിടെ ഏകമായ ഞാൻ. 3-ാം ശ്ലോകം 4-ാം ശ്ലോകത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് കണ്ടത് ആദി മഹസ് എന്നാണ് പറഞ്ഞത്. ഈ മൂന്നും ഏത് മൂന്നും? അറിവും അറിഞ്ഞിടുമർത്ഥവും പുമാൻ തന്നെ അറിവും. അറിയപ്പെടുന്നവനും അറിയുന്നവനും അറിവും ഒരൊറ്റ സത്യം തന്നെയാണ് എന്ന അനുഭവം ഉണ്ടാകുമ്പോഴാണ് നാം എന്തിലേക്ക് എത്തുന്നത്? ഏകമായ ഞാനിൽ എത്തുന്നത്. അതിനുള്ള തടസ്സമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ 2-ാമത്തേത്. അതെങ്ങനെയാണെന്നാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ത്രിഭുവന സീമ കടന്നു തിങ്ങി വിങ്ങും ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം. ഈ ത്രിപുടി ബോധം, ദ്വൈതബോധം നമ്മിൽ നിന്ന് അകന്നു കഴിയുമ്പോൾ നമുക്കൊരു ഏകത്വബോധമുണ്ടാവും. ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന ബോധം. ആ ഒന്നെന്ന ബോധത്തിലേക്കൊക്കെ നമ്മൾ പിന്നീട് എത്തും. ആ ഒന്നെന്ന അനുഭൂതിയിൽ എത്തിക്കഴിഞ്ഞാൽ നാം അനുഭവിക്കുന്ന ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശത്തെയാണ് ഇവിടെ ദീപം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ സമാധാനമാണ്, ആ ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞിടുന്നതായ പ്രകാശം, ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞിടുന്നതായ ആനന്ദം.
അഥവാ നിരുപാധികമായ മൂല്യങ്ങളിൽ നാം ഉറച്ചു നിൽക്കുമ്പോൾ അനുഭവവേദ്യമാകുന്നതായ സ്വാസ്ഥ്യം, സുഖം, ആനന്ദം. ഇവിടെ പ്രശ്നം ഇതിൽ രണ്ടിലും എവിടെയാണ് ഈ നിൽക്കുന്നത്? ഈ ത്രിപുടിയിലും ത്രിഭുവനത്തിലും നിറഞ്ഞു തിങ്ങിയിരിക്കുന്നതാണ് എന്ത്? ഈ ദീപം. അതാണ് ഇതിന്റെ പ്രത്യേകത. ഈ ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്നതും ത്രിഭുവന സീമ കടന്ന് വരുമ്പോൾ നാം അനുഭവിക്കുന്നതായ ഈ ദീപം എന്നത് എവിടെയാ നിലനിൽക്കുന്നത്? ഇതിന് പുറത്താണോ? അല്ല, ത്രിപുടിയിൽ തന്നെയാണ്. ത്രിപുടിയായിട്ട് ഞാനും ഞാൻ കാണുന്ന ലോകവും ഇതിനിടയിൽ എന്റെ അറിവായിരിക്കുന്നതും സ്വർഗബോധം അല്ലെങ്കിൽ സ്വർഗമായിരിക്കുന്നതും നരകമായിരിക്കുന്നതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമായിരിക്കുന്നതും എല്ലാം ഒരൊറ്റ സത്യം തന്നെയാണ്. ഇത് നമ്മൾ 24-ാം ശ്ലോകത്തിൽ എത്തുമ്പോൾ കാണും അല്ലെ, അവനിവനെന്നറിയുന്നതൊക്കെയോർത്താൻ അവനീലാദിമമായൊരാത്മരൂപം. അതിലേക്കൊക്കെ നമ്മൾ എത്തും. അപ്പൊ ഈ ഒരൊറ്റ ആത്മരൂപമല്ലാതെ, ഈ ഒരൊറ്റ ഏകമായ ഞാൻ, ഏകമായ സത്യമല്ലാതെ വേറൊന്നുമില്ല. എൻ്റെ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയവും ശരീരവും എന്ന് തുടങ്ങി ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാമായി ഭാവം പകർന്നിരിക്കുന്നത് ഈ ഒരൊറ്റ സത്യം തന്നെയാണ്. തിരമാലയായും ഓളമായും നുരയായും സമുദ്രമായും നിലകൊള്ളുന്നത് ഒറ്റ സത്യമാണ്, ജലം മാത്രമാണ്. ജലത്തെ നമ്മൾ ഓരോരോ രൂപം ആയിട്ട് സങ്കല്പിച്ചിട്ട് അതിനൊരു നാമവും കൊടുത്ത് അതിൽ ഭ്രമിച്ച് അധപ്പതിച്ച് കിടക്കുകയാണ്. അപ്പോൾ നാമരൂപാത്മകമായ ലോകത്തെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് വാസ്തവത്തിൽ നമ്മളുടെ സങ്കല്പമാണ്. ഉള്ളതൊരൊറ്റ സത്യമാണ്, ജലം മാത്രമേ ഉള്ളൂ. നമ്മൾ കടലിന്റെ മുൻപിൽ ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ അവൻ പറയും ഇത് മുഴുവൻ ജലമാണെന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനല്ല മോനെ, എല്ലാം ജലമല്ല. ആ കാണുന്ന തിരമാലയാണ്, ഇത് ഓളമാണ്. അപ്പൊ കുട്ടി വളരെ നിഷ്കളങ്കമായി പറയും, എന്താണ് അച്ഛ അതും ജലമല്ലേ? അപ്പോൾ ഈ അച്ഛന്റെ സങ്കല്പം ഉറച്ചിരിക്കുന്നത് കൊണ്ട് അച്ഛൻ അത് തിരമാലയിൽ പിടിച്ചുകൊണ്ടിരിക്കും. ഇതാണ് നമുക്ക് പറ്റിയിരിക്കുന്നത്. അവനും ഇവനും മറ്റവനും ഒക്കെ ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ആയിരക്കണക്കിന് ജാതിയും മതവും ഒക്കെ ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ പോയി വിവാഹം കഴിച്ചു കളയില്ല. അവര് നമ്മുടെ ജാതി അല്ല, നമ്മുടെ മതം അല്ല. എന്തൊരധപ്പതനാണിത്! അവനായിട്ടും ഇവനായിട്ടും സർവ്വതുമായിട്ടിരിക്കുന്ന എല്ലാം തന്നെ ഏകമായ സത്യമാണെന്നുള്ള ബോധ്യം വരുന്നവർക്ക് അതേ സത്യം തന്നെയാണ് ക്രിസ്ത്യാനിയായി കാണുന്നത്, അതേ സത്യം തന്നെയാണ് ഹിന്ദുവായി കാണുന്നത്, അതേ സത്യം തന്നെയാണ് ബുദ്ധമതക്കാരനായിട്ടും ഇസ്ലാമായിട്ടും കാണുന്നത്. ഉള്ളത് ഒന്ന് മാത്രമാണ്. നമ്മൾ കാണുന്നത്, നമ്മൾ സങ്കല്പിക്കുന്നത് പലതായി. ആ സങ്കല്പം ഉറച്ചു പോയത് കൊണ്ട് അതിൽ നിന്ന് നിവർത്തിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണ്? ത്രിഭുവന സീമ കടന്നു തിങ്ങിവിങ്ങും ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം. ഈ സങ്കല്പങ്ങളെ എല്ലാം അധീകരിക്കുന്നതും അതിലെല്ലാം തിങ്ങി നിറഞ്ഞിരിക്കുന്നതുമായ ദീപത്തെ എന്നാണ്. എന്ത് മനോഹരമായ ഒരു പ്രയോഗമാണ്! ഇതിലെല്ലാം അധീകരിച്ചതാണ് എന്ന് പറഞ്ഞാൽ അതെല്ലാം ഇതിനകത്തിരിക്കുകയാണ്. ഏതിനകത്ത്? ഈ ഏകമായ ഞാനിനകത്ത്, ഏകമായ സത്യത്തിൽ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ അതിലെല്ലാം നിറഞ്ഞിരിക്കുന്നതുമാണ്. സ്വർണവും ആഭരണങ്ങളും എങ്ങനെയാണ്? ആഭരണങ്ങളിലെല്ലാം നിറഞ്ഞിരിക്കുന്നതും ആഭരണങ്ങളെല്ലാം അധീകരിക്കുന്നതുമാണ് സ്വർണം. isn't it? അല്ലെ? ഒരു നെക്ലേസിന് വേറൊരു രൂപം ആകണമെന്നുണ്ടെങ്കിൽ അത് സ്വർണത്തെ ആശ്രയിച്ചെങ്കിലേ പറ്റുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഈ ആഭരണങ്ങളെ അധീകരിച്ചിരിക്കുന്നതാണ് സ്വർണം. അതുപോലെ തന്നെ എല്ലാ ആഭരണങ്ങളും സ്വർണത്തിനുള്ളിലാണ്. ഏതെങ്കിലും ഒരു ആഭരണം സ്വർണത്തിന് വെളിയിലാണോ? സ്വർണത്തിന് വെളിയിലാണെങ്കിൽ നമ്മൾ വേറെ പേരിട്ട് വിളിക്കും, വെള്ളി എന്നോ വേറെ എന്തെങ്കിലുമൊക്കെ പറയും. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ത്രിഭുവന സീമ കടന്ന് കടന്ന് അതിനെ അധീകരിച്ചുകൊണ്ടിരിക്കുകയും അതിൽ തന്നെ നിറഞ്ഞിരിക്കുന്നതുമായ
സർവനാമരൂപങ്ങളിലും നിറഞ്ഞിരിക്കുന്നതുമായ, സർവ ത്രിപുടിയിലും നിറഞ്ഞിരിക്കുന്നതായ സൂക്ഷ്മതലത്തിലേക്കാണ്, സർവ ത്രിഭുവനങ്ങളിലും നിറഞ്ഞിരിക്കുന്നതായ ആ ദീപത്തെ അനുഭവവേദ്യമാകണമെങ്കിൽ എന്തു ചെയ്യണം എന്നാണ് ഇവിടെ തന്നെ. എന്ത് ചെയ്യാനാണ്? കപടയതിക്കു കരസ്ഥമാകുവീലെന്ന് ഉപനിഷദുക്തി രഹസ്യം ഓർത്തിടേണം. ഇവിടെ ഒരു പ്രയോഗം നമ്മൾ കണ്ടു, യതി അല്ലേ? കപടയതി. യതി എന്നതിന്റെ അർത്ഥം ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും യമനം ചെയ്യുന്നവൻ എന്നാണ്. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും പൂർണ്ണം യമനം ചെയ്യാൻ, നിയന്ത്രിക്കുക എന്നല്ല. അപ്പൊ നിയന്ത്രണം എന്ന് പറയുന്നത് ബലാൽ പെട്ടെന്ന് പിടിച്ച് നിയന്ത്രിക്കുന്നത് അതല്ല. വളരെ സ്വാഭാവികമായ തലത്തിലേക്ക് അതിസൂക്ഷ്മമായ ഒരു പ്രയോഗമാണത് യമനം ചെയ്യുക എന്ന് പറയുന്നത്. യമനം ചെയ്യുക എന്ന് പറയുന്നതും നിയന്ത്രിക്കുക എന്ന് പറയുന്നതും അത്ര ഒരു യോജിക്കും. നിയന്ത്രണം അർത്ഥം അതാണെങ്കിൽ പോലും നമ്മൾ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് പെട്ടെന്ന്, മറ്റത് അങ്ങനെയല്ല, വളരെ സൂക്ഷ്മമായി അറിയാതെ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മിൽ നിന്നും ഏതെങ്കിലും ഒരു എന്താണ് അഭിഷ്ടം പോയത് എങ്ങനെയാണെന്ന് പോലും അറിയില്ല. അതാണ് യമനം ചെയ്യുന്നതിന്റെ പ്രത്യേകത. ഉർവാരു കമിവ ബന്ധനാത് എന്ന് പറയാറുണ്ട് അല്ലേ? എന്താണ് ഉർവാരുകം? ഉർവാരു എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലേക്ക് ഉണ്ടായിരിക്കുന്ന ഒരു തരം മത്തനാണ്. ഈ മത്തൻ അത് പൂർണ്ണമായും പഴുത്ത് പക്വമായതിനു ശേഷം മാത്രമേ അതിന്റെ വള്ളിയിൽ നിന്നത് വിടുകയുള്ളൂ. അത് വിടുന്നത് എങ്ങനെയാണെന്നുള്ളത് ആ മത്തനും അറിയുന്നില്ല, വള്ളിയും അറിയുന്നില്ല. അത്രമാത്രം പക്വതയിൽ എത്തിക്കഴിയുമ്പോൾ പതിയെ അതിൽ നിന്ന് വിട്ടുപോകും. വള്ളിക്ക് യാതൊരു അസ്വസ്ഥതയും അതുണ്ടാക്കുന്നില്ല, മത്തനും ഉണ്ടാക്കുന്നില്ല. നമ്മിൽ നിന്ന് ഏതെങ്കിലും ഒരു ദുഷ്ചിന്ത പുറത്തു പോകുന്നത്, ഒരു അറ്റാച്ച്മെന്റ്, ഒരു ബന്ധനം, ഉദാഹരണമായിട്ട് മാംസം കഴിക്കാൻ അല്ലെങ്കിൽ മദ്യം കഴിക്കുന്ന ഒരു ബന്ധനമാണ്. ആ ബന്ധനത്തിൽ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഒരു അസ്വസ്ഥതയും ഉണ്ടാകാൻ പാടില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ മദ്യത്തിന്റെ ആസക്തി പോകുന്നതിന് വേണ്ടി അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, പിന്നെ എന്തൊക്കെയോ മരുന്നുകൾ വാങ്ങിച്ചു കഴിക്കുന്നു. ഇതെല്ലാം നമ്മൾ വാങ്ങിച്ചു കഴിച്ചപ്പോഴത്തേക്ക് ആകെപ്പാടെ ശരീരത്തിന് വേറെ പ്രശ്നം ഉണ്ടാകുന്നു, വിറയലുണ്ടാകുന്നു, വിറയൽ മാറ്റാൻ വേറെ മരുന്ന് കഴിക്കേണ്ടി വരുന്നു, വലിയ അസ്വസ്ഥതകളാണ്. എന്നാൽ യതി എങ്ങനെയാണ്? ഇങ്ങനെ ഏത് ഒരു അവസ്ഥയിൽ നിന്നും അദ്ദേഹം വിട്ടുപോകുന്നത് അദ്ദേഹം പോലും അറിയില്ല, ലേശം പോലും അറിയാതെ. അതാണ് യമനത്തിന്റെ പ്രത്യേകത. യമനം ചെയ്ത് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും യമനം ചെയ്യുന്നവരെയാണ് യതികൾ എന്ന് പറയുന്നത്. അങ്ങനെ യമനം ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്? ആത്മോന്മുഖമാക്കുന്നതിന് വേണ്ടിയാണ്. ആ ഏകമായ സത്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി, ആ പലതിൽ നിന്ന് വിടുവിച്ച് ഏകമായ സത്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ഉള്ള ഒരു യമനം ചെയ്യലാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മേൽപ്പറഞ്ഞ രീതിയിൽ ഏകമായ സത്യത്തിൽ എത്തുന്നതിന്, മേൽപ്പറഞ്ഞ രീതി എന്താണ്? ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്കു കരസ്ഥമാകുകയില്ല. കപടയതി ആരാണ്? ഈ കപടയതി എന്ന് പറയുന്നത് കാപട്യക്കാരൻ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഇവിടെ കാപട്യക്കാരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലിരിക്കുന്ന ആ കുഴപ്പക്കാരല്ല. രണ്ട് തരത്തിലാണ് ഈ യതി കപടത്തിലേക്ക് പെട്ടുപോകുന്നത്. ഒന്ന്, ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഒക്കെ നിയന്ത്രിക്കുന്നത് ബലാൽ നിയന്ത്രിക്കുന്ന രീതിയുണ്ട്. ഇപ്പൊ ശബരിമല പോകാൻ 51 ദിവസം വ്രതം എടുക്കുക എന്ന് പറയും അല്ലെ? അപ്പൊ ഈ 51 ദിവസവും ഇദ്ദേഹം തീരുമാനിച്ചു, ഞാൻ ഇനിയും മദ്യം കഴിക്കില്ല, മാംസം കഴിക്കില്ല, മത്സ്യം കഴിക്കില്ല, മുട്ട കഴിക്കില്ല, അങ്ങനെയൊക്കെ വളരെ കഷ്ടപ്പെട്ടൊക്കെ നിയന്ത്രിച്ചു, ബലാൽ നിയന്ത്രിച്ചു. പക്ഷെ ഇദ്ദേഹം കടയിൽ ചെന്നിരിക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആള് മട്ടൻ അടിക്കുന്ന കണ്ടപ്പോ വെള്ളം ഇറക്കാൻ തുടങ്ങി. പുറമേ നിയന്ത്രിച്ചു, പുറമേ എല്ലാം യമനം ചെയ്തിരിക്കുകയാണ്. പക്ഷെ മനസ്സിൽ എപ്പോഴും ഒരു സംഭവം കിടക്കുകയാണ്. ശബരിമല പോയിട്ട് തിരിച്ചു വീട്ടിൽ വരുന്ന വഴിക്ക് വെച്ച് തന്നെ മാല കയ്യിൽ എടുത്തതിന് ശേഷം കടയിൽ കയറി 2 കിലോ വാങ്ങിച്ചുകൊണ്ടാണ് വീട്ടിൽ വന്നത്. യമനം ഇല്ല. ബലാൽ നിയന്ത്രിച്ചത് കൊണ്ട് ഒരർത്ഥവും ഇല്ല. ഭഗവത്ഗീതയിൽ പറയുന്നത്
കർമ്മേന്ദ്രിയാണി സംയമ്യ യാ അസ്തേ മനസാ സ്മരൺ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാര്യ സ ഉച്യതേ. കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയൊക്കെ ബലാൽ നിയന്ത്രിച്ച് നിർത്തുന്നുണ്ട്. പക്ഷേ മനസ്സുകൊണ്ട് ഇതൊന്നും വിട്ടുപോയിട്ടില്ല. ഇങ്ങനെയുള്ളവരെ വിമൂഢാത്മാ, മൂഢൻ എന്നാണ് പറയുന്നത്. അവര് മിഥ്യാചാരനാണ്, കാപട്യക്കാരനാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോ എന്താണ്, കുറിയൊക്കെ ഇട്ട് നല്ല കുളിച്ച് ശുഭ്രവസ്ത്രമൊക്കെ ധരിച്ച് ഇങ്ങനെ രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും പോയി തൊഴുന്നുണ്ട്. പള്ളിയിലാണെങ്കിൽ പോയി നിസ്കാരം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളിയിലാണെങ്കിൽ പോയി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല ഭക്തൻ, നമ്മൾ എന്ത് നല്ല ഭക്തനാണ്. പക്ഷേ ഒന്നും മനസ്സിന് സ്വാസ്ഥ്യം സംഭവിച്ചിട്ടില്ല, ഒക്കെ കുഴപ്പമാണ്. ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാരുടെ മുഴുവൻ നുണയും അവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കും. മിഥ്യാചാരനാണ്. മനസ്സിന് നിയന്ത്രണം സംഭവിച്ചിട്ടില്ല, ഇന്ദ്രിയങ്ങൾക്കും നിയന്ത്രണം സംഭവിച്ചിട്ടില്ല. ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഓടി നടക്കുകയാണ്. അതാണ് ഒരു അപകടം. രണ്ടാമത് ഒരു അപകടം എന്താണ്? അങ്ങനെയുള്ളവർ ഒരിക്കലും ഈ പരമമായ സത്യത്തിലേക്ക്, ഏകമായ സത്യത്തിലേക്ക് അവർക്ക് എത്താൻ കഴിയത്തില്ല. ആ ബോധത്തിലേക്ക് അവർക്ക് ഒരിക്കലും വരാൻ കഴിയുകയില്ല. രണ്ടാമതൊരു വിഭാഗം ഉള്ളത് തെറ്റായ അറിവിൽ ചരിക്കുക. അവർക്കറിയില്ല അത് തെറ്റാണ്. ഇതിനെ സംബന്ധിച്ച് ഗുരു നിത്യചൈതന്യ മനോഹരമായ ഒരു ഉദാഹരണം പറയുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നിത്യചൈതന്യയുടെ ഗുരുവിന്റെ ഒരു ചങ്ങാതി ജപ്പാൻ പട്ടാളത്തിൽ പോയിരുന്നു. അവിടെ ജപ്പാൻകാരെ പിടിച്ചുകൊണ്ടുപോയി. അപ്പൊ അദ്ദേഹം BSc കെമിസ്ട്രി പഠിച്ചിട്ടുള്ള ആളായിരുന്നു. അപ്പൊ തടവിലാക്കി കഴിഞ്ഞപ്പോ അവിടുത്തെ പോലീസുകാർ ചോദിച്ചു, നിങ്ങളൊക്കെ എന്ത് പഠിച്ചു? ഇയാൾ പറഞ്ഞു, ഞാൻ BSc കെമിസ്ട്രിയാണ്. അപ്പൊ അവർ വിചാരിച്ചു അവർക്കാണെങ്കിൽ സോപ്പില്ല പട്ടാളക്കാർക്ക് കുളിക്കുന്നതിനൊന്നും. അപ്പൊ BSc കെമിസ്ട്രി പഠിച്ചാലും സോപ്പ് ഉണ്ടാക്കാൻ അറിയാമായിരിക്കുമല്ലോ എന്ന് ചോദിച്ചു, സോപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, കാസ്റ്റിക് സോഡയും എണ്ണയും വെള്ളവും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ സോപ്പ് ഉണ്ടാക്കാൻ പറ്റും. ഓ, മിടുക്കനാണല്ലോ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞ രീതിയിൽ കിലോ കണക്കിന് കാസ്റ്റിക് സോഡയും എണ്ണയും വെള്ളവും എല്ലാം എത്തിച്ചു കൊടുത്തു. ഇദ്ദേഹം കൂട്ടിക്കലക്കി കുഴച്ചുകൊണ്ടിരുന്നു. ഇതൊരു പശ പോലെ ഇരുന്നല്ലാതെ സോപ്പായില്ല. അപ്പൊ അവരൊരു കള്ളൻ. അവര് പറഞ്ഞത് ശരിയാണ്, ഇയാള് കള്ളനാണ്. അവർ പറഞ്ഞതനുസരിച്ച് ഇയാൾ എല്ലാം ചെയ്തു കൊടുത്തിട്ടും ഇയാൾ പറഞ്ഞതനുസരിച്ചുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല. അപ്പൊ ഇയാൾ കള്ളനാണ്. ഇയാൾ വാസ്തവത്തിൽ കള്ളനാണോ? അല്ല. ഈ പാവം കെമിസ്ട്രി പഠിച്ചുകൊണ്ടിരുന്നപ്പോ പഠിച്ചതാണ് കാസ്റ്റിക് സോഡയും എണ്ണയും വെള്ളവും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ, പ്രത്യേക റേഷ്യോകളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അത് സോപ്പാകും. അപ്പൊ അദ്ദേഹത്തിന്റെ അറിവനുസരിച്ച് അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് സത്യസന്ധമാണ്. പക്ഷെ അദ്ദേഹം സോപ്പ് ഉണ്ടായില്ല. അപ്പൊ അദ്ദേഹത്തിന് അറിവിൽ തെറ്റുണ്ട്. അപ്പൊ വേണ്ട രീതിയിൽ അറിഞ്ഞില്ലെങ്കിൽ അവരും മിഥ്യാചാരനാണ്, അല്ലെങ്കിൽ കപടയതിയാണ്. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. എന്താണ്? അപ്പൊ ഈ ഭക്തി എന്ന് കേൾക്കുന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ലോകത്ത് ഏറ്റവും അപകടം പിടിച്ചൊരു സാധനമാണ്. ഭക്തി എന്നാൽ നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് മുഴുവനും എന്തിനെയാണ്? ആചാരങ്ങളെയാണ്, അനുഷ്ഠാനങ്ങളെയാണ്. 101 തേങ്ങ അടിച്ചാൽ ഇന്നത് കിട്ടും. പോയി അടിച്ചു. 101 1000 അടിക്കാമെന്ന് തീരുമാനിച്ചു. നമ്മള് ഗണപതി കോവിലിൽ രാവിലെ ചെന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം, ആൾക്കാർ വന്ന് സാഷ്ടാംഗം വീഴും. വീണതിന് ശേഷം എഴുന്നേറ്റൊക്കെ ഒന്ന് നോക്കും. കാരണം ഇദ്ദേഹം ഭയങ്കര ഭക്തനാണോ എന്ന് അവരെയൊക്കെ ഒന്ന് അറിയിച്ചു. അവിടെ എഴുന്നേക്കുന്ന ഉടൻ തന്നെ ഓടും. തമ്പാനൂർ വേറൊരു ഗണപതി കോവിലുണ്ട്. അവിടെ ചെന്നില്ലെങ്കിൽ കോപിക്കും പോലും. അതുകൊണ്ട് അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യും. അവിടെ 200 മീറ്റർ മുമ്പോട്ട് നടന്നു കഴിഞ്ഞാൽ വഴുതക്കാട് എത്തുന്നതിന് മുമ്പ് ഒരു ഗണപതി, ചെറിയൊരു ഗണപതി പോലെ, ഭയങ്കര സംഭവമാണ് പോലും. അതുകൊണ്ട് അവിടെ ചെന്നില്ലെങ്കിൽ അവിടെ നിന്നും കോപമുണ്ടാകും, പേടിച്ച് അവിടെയും ചെല്ലും. ഇങ്ങനെ ഒരിക്കലും ഉറപ്പ് വരാത്ത മല്ലാടുന്ന മതിയും കൊണ്ട് നടക്കുന്ന ഭക്തന്മാരെയാണ് നമ്മളിപ്പോ കാണുന്നത്. ഗുരു ജനനി നഗരത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ മല്ലാടൽ അവസാനിക്കണമെങ്കിൽ എന്ത് വേണം? ആ പരമമായ അറിവിന്റെ, ആ ഏകമായ ജ്ഞാനിന്റെ
സരളത, ലാഘവത്വം തിരിച്ചറിയാൻ കഴിയണം. ദൈവം എത്ര ലാഘവമുള്ളതാണ്, അതിന് ദൈവത്തിൽ എത്തുന്നതിന് എത്ര ലാഘവത്വം ആയാൽ മതി, നിഷ്കളങ്കമായാൽ മതി. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ പൂർണ്ണ നഗ്നരാവാൻ കഴിയണം, ധാരണകളെല്ലാം എടുത്തു കളയാൻ കഴിയണം. അപ്പോഴാണ് നമ്മൾ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നത്. നിരുപാധികമായ സ്നേഹം, നിരുപാധികമായ ആനന്ദം, നിരുപാധികമായ ക്ഷമ, നിരുപാധികമായ അഹിംസ, ഇതിന്റെ ആകത്തുകയാണ് ദൈവം എന്ന് പറയുന്നത്. എത്ര ലാഘവമാണ് ഈ എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്നത്. പക്ഷെ ഒരാളെ സ്നേഹിക്കാൻ ഒരിക്കുന്നത് എന്തൊരു പാടാണ് അല്ലേ? നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ നമ്മുടെ അടുത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ചെയ്യും ഇങ്ങോട്ട് ചെയ്യും എഴുന്നേറ്റ് പോകാൻ നോക്കും, എന്തൊരു അസ്വസ്ഥതയാണ്. പക്ഷെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ എത്തുന്നിരിക്കുകയാണെങ്കിലോ നമ്മൾ എത്ര സഹജമായി ഇതാണ് ക്രിയകൾ. പിന്നെ ആരണക്രിയകൾ പോലും പ്രസക്തിയുമില്ല. 100 തേങ്ങ അടിക്കണ്ട, 1000 അടിക്കണ്ട, 10,000 അടിക്കണ്ട, ഉരുളണ്ട, മറിയണ്ട, ചാടണ്ട, എന്തൊക്കെ കോപ്രായങ്ങളാണ്. അത്തരത്തിലുള്ള ആരണം ക്രിയകൾക്കൊന്നും ഇവിടെ ആരണം ക്രിയകളൊന്നും വൈദിക കർമ്മങ്ങളാണ്. യജ്ഞങ്ങളും പൂജാതി കർമ്മങ്ങളും ഉൾപ്പെടെയുള്ളതിനൊന്നും വാസ്തവത്തിൽ പ്രസക്തി ഉണ്ടാകുന്നത് നമ്മൾ അതിന്റെ ലാഘവത്വം തിരിച്ചറിയാത്തത് കൊണ്ടാണ്. ആ ഏകമായ സത്യത്തിലേക്ക്, ഏകമായ ഞാനിലേക്ക് എത്താതിരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ പറഞ്ഞെന്താണ്? കപടയതിക്ക് ഇതിലെത്താൻ കഴിയില്ല. കപടയതി 2 തരത്തിലാണ്. ഒന്ന് യമനം ചെയ്യാത്തവരും, മറ്റൊന്ന് ശരിയായ അറിവിൽ എത്താത്തവരുമാണ്. അപ്പൊ നാം തന്നെ എന്ത് ചെയ്തിരിക്കുന്നു? ശരിയായ അറിവിലേക്ക്, ആത്മോപദേശ ശതകം പോലെയുള്ള ശരിയായ അറിവിനെ വേണം നമ്മൾ ആശ്രയിക്കേണ്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ നാം സ്വയം പാകപ്പെടുത്തണം, യമനം ചെയ്യണം. ഇതാണ് ഈ ശ്ലോകം. എന്താണ്? ത്രിഭുവന സീമ കടന്നു ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്കു കരസ്ഥമാകുവീലെന്ന് ഉപനിഷദുക്തി രഹസ്യം ഓർത്തിടേണം. ഈ വസ്തുത ഉപനിഷത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഉപനിഷത്ത് സമാനം തന്നെ പല ഉപനിഷത്തുകളെക്കാളും മെച്ചപ്പെട്ടതാണ് ആത്മോപദേശ ശതകം എന്നത്. ആ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന വസ്തുത ഓർക്കേണം എന്ന് ഗുരു ഇവിടെ ഓർക്കേണം എന്ന് പറയുന്നത് നമുക്ക് വാസ്തവത്തിൽ ഒരു താക്കീതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിന്റെയൊക്കെ പുറകെ പോയി ഭക്തിയുടെയൊക്കെ പേരിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ചെന്ന് പെട്ട് അധപ്പതിക്കരുത്. ഏറ്റവും വലിയ ചൂഷണം എന്ന് പറയുന്നത് ഇന്ന് ഭക്തിയാണ്. ഏറ്റവും വലിയ കച്ചവടം എന്ന് പറയുന്നത് ഭക്തിയാണ്, അല്ലേ? ചില ക്ഷേത്രത്തിന്റെയൊക്കെ പരസ്യം തന്നെ എന്താണ്? വിളിച്ചാൽ വിളി കേൾക്കും, എന്ത് വിചാരിച്ചാലും കിട്ടും. ഇങ്ങനെയൊക്കെ ഉള്ളത് ചെന്ന് പെട്ട് നമ്മൾ അതപ്പതിച്ചു പോവാതിരിക്കണം എന്ന ഓർമ്മപ്പെടുത്തൽ ഇതിലുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കേണ്ടുന്ന ശ്ലോകമാണിത്. അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് എത്താം. 15. പരയുടെ പാലു നുകർന്നൊരു ഭാഗ്യവാന്മാർ, പരയുടെ പാലു നുകർന്ന ഭാഗ്യവാന്മാർക്ക് 10,000 ആണ്ട് അല്പനേരം, എത്ര? ഒരല്പനേരം അറിവപരാപ്രതി അധീനമായാൽ അരമുടി 1000 ആണ്ടുപോലെ തോന്നും. പരയുടെ പാലു നുകർന്ന ഭാഗ്യവാന്മാർക്ക് എന്താണ്? 10,000 ആണ്ട്. അത്രയുള്ളൂ. അറിവ് അപരാപ്രകൃതിക്ക് അധീനമായാലോ ഈ അരമുടി എന്ന് പറയുന്നത് 1000 ആണ്ട് പോലെ തോന്നും. നമ്മൾക്ക് വാച്ച്
സമയമുണ്ട്, അത് മാറാറില്ല അല്ലെ, അതൊന്നും ഒരേപോലെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മള് ചില കാര്യങ്ങൾ ഇടപെടുമ്പോ സമയം പോയത് അറിഞ്ഞതേയില്ല എന്ന് പറയും. നല്ല രസമുള്ള, നമുക്ക് രസമുള്ള ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സിനിമ കഴിയുമ്പോൾ നമ്മൾ പറയുമ്പോൾ ഇത്ര സമയമായോ, അറിഞ്ഞതേയില്ല. പക്ഷെ വളരെ ബോറടിക്കുന്ന ഒരു സിനിമ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിലോ ഇടയ്ക്കിടയ്ക്ക് വായിച്ചു നോക്കും, ഭഗവാൻ ഇത് തീരുന്നില്ല, എന്തൊരു ഗതിയാണിത്. അപ്പൊ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വായിച്ചു നോക്കുന്നത് കാണാറുണ്ട്. അല്ലെങ്കിൽ എന്റെ മുഖത്ത് നോക്കിയിട്ട് അങ്ങോട്ട് നോക്കും, എടോ നിർത്തടോ തന്റെ ഈ ബോറടി. അപ്പൊ ഇവരെന്താണ് സംഭവിക്കുന്നത്? നമ്മൾ രസമായ കാര്യങ്ങളിൽ ഇരിക്കുമ്പോൾ സമയം പോകുന്നത് അറിയുകയില്ല. അരസമാണെങ്കിൽ സമയം നമുക്ക് സഹിക്കാൻ പറ്റും. ഇത് നമ്മുടെ സാധാരണ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ നേരത്തെ നമ്മൾ ത്രിഭുവന സീമ കടന്ന് തിങ്ങി വിങ്ങും ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞിടുന്ന ആ ദീപത്തിൽ, ആ മൂല്യത്തിൽ നമ്മൾ എത്തുകയാണ് എങ്കിൽ അതാണ് ഇവിടുത്തെ പ്രതിപാദ്യം. അതാണ് പരയുടെ പാല് നുകർന്നവൻ. പരാപ്രകൃതിയും അപരാപ്രകൃതിയും എന്നുണ്ട്. എല്ലാ ലോകസാധാരണമായവയ്ക്ക് അധീനമായി നിൽക്കുന്നത് എന്തോ അതാണ് പര. ലോകസാധാരണം അധീനമല്ല, അതീതം. ലോകസാധാരണമായതിന് അധീനമായിരിക്കുന്നത് അപരാപ്രകൃതിയാണ്. മനസ്സും ബുദ്ധിയും ശരീരവും എല്ലാം വെച്ചുകൊണ്ട് നമ്മൾ അറിയുന്നത് അപരാപ്രകൃതിയാണ്. അതിനെയെല്ലാം ജ്ഞാനിനോട് ചേർത്ത് വയ്ക്കുന്നതാണ് അപരാവിദ്യ എന്ന് പറയുന്നത്. ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരവും മനസ്സും ബുദ്ധിയും ഉള്ള ചേർന്നതാണ് നമ്മൾ വിചാരിക്കുന്നതിനെയാണ് അപരാവിദ്യ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഞാൻ എന്ന് പറയുന്നത് ആ ഏകമായ ഞാനാണെന്ന് പറയുന്നത് പരാവിദ്യയാണ്. ക്ലിയർ ആണല്ലോ? ആയില്ല. നമ്മൾ ഞാൻ എന്ന് സാധാരണ പറയുന്ന രണ്ട് രീതിയിലാണ്. ഒന്ന് അഹം ബ്രഹ്മാസ്മി എന്ന നിലയിലുള്ള ഞാൻ, അത് ഏകമായ, ഇന്നലെ ഇപ്പോഴെന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏകമായ ഞാൻ ബോധമാണ്. മറ്റത് ഈ ഞാൻ, ഈ ശരീരം, ഈ മനസ്സ്, ഈ ബുദ്ധി ഒക്കെ ഉണ്ടായിരിക്കുന്ന ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ ഉള്ള, വലിയ വീടുള്ള, വലിയ ജോലിയുള്ള, അങ്ങനെ എന്തൊക്കെ നമ്മൾ ഞാൻ 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 എൻ്റെ എന്ന് വിചാരിച്ചിരിക്കുന്നു, അതിനെയെല്ലാം കൂടെ ചേർത്ത് വെച്ച് നമ്മളെ അറിയുമ്പോൾ അത് അപരാവിദ്യയാണ്. അതിനെല്ലാം കൂടെ ചേർത്താണ് അപരാപ്രകൃതി എന്ന് പറയുന്നത്. ആ അപരാപ്രകൃതിയോട് നമ്മൾ ചേർത്ത് വെച്ച് പറയുമ്പോൾ നമ്മൾ ചെറിയ ഞാനായി, അല്ലെങ്കിൽ ഞാൻ വേറെ എന്ന ഞാനായി, അതിനെയാണ് അപരാവിദ്യ എന്ന് പറയുന്നത്. അങ്ങനെ അറിയുന്നതിനെയാണ് അപരാവിദ്യ എന്ന് പറയുന്നത്. അപരാവിദ്യയിൽ പെട്ടുപോയാൽ, അപരാപ്രകൃതിക്ക് അധീനമായാൽ, മനസ്സിന്റെയും ബുദ്ധിയുടെയും സങ്കല്പങ്ങളുടെയും ശരീരബോധത്തിന്റെയും അതനുസരിച്ച് എന്തെല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു, അതിൻ്റെ എല്ലാം പിന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ നശിച്ചു പോകും, അധപ്പതിച്ചു പോകും. സുഖദുഃഖങ്ങളുടെയൊക്കെ ഇടയിൽ കിടന്ന് മരണപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഇത് നമ്മുടെ സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ നിൽക്കുന്നത്. നേരെ മറിച്ച് ഏകമായ ജ്ഞാനിലാണ്, ആ പരമ്പൊരുളിലേക്കാണ് നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, നമ്മുടെ ജീവിതത്തെ ലക്ഷ്യമാക്കുന്നതെങ്കിൽ, ആ ഒരു ആശയത്തോടാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തുന്നതെങ്കിൽ നമ്മൾ പരാപ്രകൃതിയിലാണ്. പരയുടെ പാല് നുകർന്നവൻ എന്ന് പറയുന്നത് ആ പരമ്പൊരുളിനെ അറിഞ്ഞവൻ, അനുഭവവേദ്യമായിരിക്കും, ഏകമായ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവൻ ഈ ലോകത്ത് രണ്ടാമതൊന്നിനെ കാണുന്നില്ല. അവിടെ അറിയുന്നവനും അറിയപ്പെടുന്നവനും അറിവും എന്ന് പറയുന്ന ത്രിപുടിയില്ല. അവന്റെ മുന്നിൽ ത്രിഭുവനമില്ല. ത്രിഗുണങ്ങളിൽ അയാൾ അധീനവുമല്ല. ഇതിനെല്ലാം അതീതമായി നിൽക്കുന്ന അറിവായി, ഏകമായ അറിവായി തീരുന്നു. അങ്ങനെയുള്ളവർ എന്താണ്? ജീവിതം സദാ ആനന്ദത്തിലാണ്. എന്താണ് ആ പരാപ്രകൃതി എന്ന് പറയുന്നത്? ആ നിരുപാധികമായ സ്നേഹത്തിൽ, നിരുപാധികമായ അനുകമ്പ, നിരുപാധികമായ കാരുണ്യം, നിരുപാധികമായ ക്ഷമ, ഈ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നപ്പോൾ ശ്രീനാരായണ ഗുരു ഈ ലോകത്തൊരു എറുമ്പിനെ പോലും നോവിക്കരുത് എന്ന് പറയാൻ കഴിയുന്നതായ
അനുഭവത്തിലേക്ക്, ആനന്ദത്തിലേക്ക് എത്തി. നമ്മളോടത് പറയുന്നത് തൻ്റെ അനുഭൂതിയുടെ തലത്തിൽ നിന്നുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് പരയുടെ പാല് മുഖന്നൊരു ഭാഗ്യവാൻ. ഈ ഭാഗ്യവാനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അപരാപ്രകൃതിക്ക് അധീനമല്ല, മറിച്ച് അവർക്കെങ്ങനെയാണ്? പരയുടെ പാല് മുഖന്നൊരു ഭാഗ്യവാന്മാർക്ക് ഒരു 10,000 ആണ്ട് ഇത്രയേ ഉള്ളൂ, അല്പനേരെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ ലോകത്ത് വിരസമായിട്ടിൽ ഒന്നും തന്നെയില്ല, അല്ലെ? തനിക്ക് ഏറ്റവും വിരോധിയാണെന്ന് ആളുകൾ വിചാരിച്ച ആളിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞപ്പോ ഗുരു എന്താ പറഞ്ഞേ? അയ്യപ്പൻ ഭക്തനല്ലെങ്കിലും എന്താ പറഞ്ഞത്? അയ്യപ്പന്റെ പ്രവൃത്തിയിൽ ഈശ്വരനുണ്ടല്ലോ, അയ്യപ്പൻ ഈശ്വര വിശ്വാസി അല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം വെച്ച് അടിച്ചു ചുരുട്ടി കൊണ്ടുവന്നതാണ്. അപ്പൊ എന്താ പറഞ്ഞത്? ഇത്രയും പേരിതാ കിടക്കുന്നു, അലിഞ്ഞില്ലാതായിപ്പോയി. അവരുടെ മനസ്സിലും സ്വാസ്ഥ്യമായി, അയ്യപ്പനും സ്വാസ്ഥ്യമായി, എല്ലാം ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരവസ്ഥ. എന്താണ് ഈ നിഷേധം എന്ന് പറയുന്നത് ഗുരുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഗുരു ഏറ്റവും അവസാനം നിലവിളിക്കുന്ന തരത്തിൽ ശരീരം വേദനിക്കുമ്പോഴും അവിടെ ആനന്ദം ഉള്ളിലുണ്ട്. ദുഃഖത്തെയും സുഖത്തെയും ഒരേപോലെ ചേർത്ത് വയ്ക്കുന്ന നടുനിലയിൽ നിൽക്കുകയാണ്. അതിനാണ് ആനന്ദം എന്ന് പറയുന്നത്. ആ ആനന്ദമാണ് ഈ 1000 ആണ്ട് ഒരു നിമിഷമായി തോന്നുന്നത്. സമയബോധമേ അവിടെയില്ല, കാലബോധമേ ഇല്ല എന്ന് പറയുന്നത്. നമുക്കാണെങ്കിലോ സമയബോധം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും സമയബോധം നമുക്ക് സഹിക്കാൻ പറ്റാതിരിക്കുകയാണ്. ഇതൊക്കെ ശരിയാകുന്ന കാര്യങ്ങളാണ്, അല്ലെ? ഗുരുവിന് പറ്റുമായിരിക്കും. നമ്മൾ അവസാനം പറയുന്ന കാര്യമാണ്. പരയുടെ പാലു നുകർന്നൊരു ഭാഗ്യവാന്മാർക്ക് 10,000 ആണ്ട് അല്പനേരം അപരാപ്രകൃതിക്ക് അധീനമായാൽ അരനൊടി 1000 ആണ്ടുപോലെ തോന്നും. അപ്പൊ ആ ഏകമായ സത്യത്തിൽ എത്തിക്കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് ഇവിടെ പറഞ്ഞത്. എന്ത്? പരയുടെ പാലു നുകർന്ന ഭാഗ്യവാന്മാർക്ക് ഒരു 10,000 ആണ്ടൊരൽപ്പനേരം അറിവപരാപ്രകൃതിക്കധീനമായാൽ അരനൊടി 1000 ആണ്ടുപോലെ തോന്നും. എന്താണ്? ഈ വേറെ ഞാൻ എന്ന ഞാനിലാണ് നിൽക്കുന്നതെങ്കിൽ അപരാപ്രകൃതിക്ക് അധീനമാണ്. അപ്പൊ നമ്മൾ ഈ വേറെ എന്നുള്ള ബോധത്തിൽ നിന്നും ഏകമായ ഞാനിലേക്ക് എത്തണം എന്നതാണ്. അവിടെ ഇരുട്ടിലിരുന്ന് ഓരോരുത്തരും ഞാൻ വേറെ എന്ന രീതിയിൽ അറിഞ്ഞു. നമ്മൾ പുറത്തുനിന്ന് നോക്കിയപ്പോൾ ഈ 2 ഞാനുകളും ഒന്ന് തന്നെയാണ്. ആ ഏകമായ ഞാനിലേക്കാണ്, ഏകമായ സത്യത്തിലേക്കാണ്, പരമ്പൊരുളിലേക്കാണ് നാം കേന്ദ്രീകരിക്കേണ്ടത് എന്നാണ് ഇവിടുത്തെ. ക്ലിയർ ആണല്ലോ? അടുത്ത ശ്ലോകം. അധിക വിശാലമൊരു പ്രദേശമൊന്നായി നദി പെരുകുന്നതുപോലെ വന്നാദം ശ്രുതികളിൽ തുറക്കും അക്ഷിയെന്നും യഥമേലും യതിവര്യനായിടേണം. യതിവര്യനായിടേണം. നേരത്തെ അവിടെ പറഞ്ഞത് എന്താണ്? കപട യതിക്ക് പറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ യതിവര്യൻ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. യതിവര്യനായിടേണം. യമനം ചെയ്യുന്ന യതിയായിരിക്കണം. മറ്റേടത്ത് യമനം ചെയ്യാത്ത യതിയാണ്. യതിവര്യനായിടേണം, യമനം ചെയ്യുന്ന യതി ആയിത്തീരണം. ആര്? നമ്മൾ ഓരോരുത്തരും. നമ്മളോട് നമ്മൾ തന്നെ ഉപദേശിക്കുകയാണ്, അല്ലെ? ആത്മോപദേശ ശതകം. നമ്മൾ തന്നെ പരുവപ്പെടുത്തി എടുക്കുന്നത് എങ്ങനെയാണെന്നാണ്. വേറെ ആരുടെയും സഹായം ആവശ്യമില്ല. ദ ഓൺലി പേഴ്സൺ, ഈ ലോകത്ത് മാറ്റാൻ കഴിയുന്ന ഏക വ്യക്തി ആരാണ്? നമ്മൾ മാത്രമാണ്. ഈ ലോകത്തിൽ ഒരാളിനെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുകയില്ല. അങ്ങനെ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഗുരു വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ലോകമൊക്കെ നന്നായിരുന്നല്ലോ, അല്ലേ?
അപ്പൊ ഗുരുവല്ല അവിടെ പ്രാധാന്യം. പിന്നെ ആരാണ് പ്രാധാന്യം? വിദ്യാഭ്യാസ സന്ദർഭത്തിൽ ശിഷ്യനാണ് പ്രാധാന്യം. ശിഷ്യൻ വിചാരിച്ചെങ്കിൽ മാത്രമേ ഗുരുവിൽ ശ്രദ്ധയുണ്ടാവുകയുള്ളൂ. ഗുരുവിൽ ശ്രദ്ധയില്ലാതെ ഒരു ശിഷ്യനും രക്ഷപ്പെടാനും പോകുന്നില്ല. അത് നമ്മളതിലേക്ക് വരുന്നുണ്ട്. യെസ്. അധിക വിശാല മരുപ്രദേശമൊന്നായി നദി പെരുകുന്നത് പോലെ വന്നു നാദം. എത്രയോ നാള് മഴ പെയ്യാതെ മരുപ്രദേശമായി കടന്നിരുന്ന പഴയ കൃഷിസ്ഥലമാണ്. ഇപ്പോൾ കൃഷിയൊന്നുമില്ല, ഒക്കെ മരുപ്രദേശം പോലായി കിടക്കുകയാണ്. അവിടെ ഒരു ദിവസം കർഷകൻ നോക്കി നിൽക്കുകയാണ്. ഇങ്ങനെ മഴ പെയ്ത് നിറഞ്ഞ് വെള്ളം കയറി വരുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം എന്താണ്? അതുപോലെ അങ്ങനെ അവിടെ നിന്ന് നനയുന്നത് പോലെ അധിക വിശാലമൊരു പ്രദേശം ഒന്നായി നദി പെരുകുന്നത് പോലെ വന്നു നാദം ശ്രുതികളിൽ തുറക്കും അക്ഷിയെന്നും യഥമിയലും എതിവര്യനായിടേണം. ഗുരുവിന്റെ കാവ്യഭാവനയൊക്കെ നമ്മൾ എത്ര ആലോചിച്ചു കഴിഞ്ഞാലും നമുക്കങ്ങോട്ട് ഉൾപ്പെടും. ഇതെങ്ങനെയാണ്, എന്താണ് ചെയ്തു വച്ചിരിക്കുന്നതെന്ന് അത്ഭുതപ്പെടുത്തുന്നതാണ്. അങ്ങനെ മരുഭൂമി നിറയെ വെള്ളം മഴ പെയ്തു വന്ന് നദി പെരുകി അവിടേക്ക് കയറി ഇങ്ങനെ നിറഞ്ഞാൽ ഉണ്ടാകുന്നത് പോലെ സുവിജ്ഞാനം. ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഒറ്റ പോയിന്റായിട്ട്. എന്നാൽ നദി എന്ന് പറയുന്നത് ഗുരുവിന്റെ ഉപദേശങ്ങളാണ്, ജ്ഞാനമാണ്, ശ്രുതിജ്ഞാനങ്ങളെയാണ്. ഇതൊരു ശ്രുതിജ്ഞാനമാണ്, ആത്മോപദേശ ശതകം. ആ ആത്മോപദേശ ശതകം പതിക്കുന്നത് നമ്മുടെ ചെവിയിലാണ്. പക്ഷെ തുറക്കുന്നത് ചെവിയല്ല, കണ്ണാണ്. മനസ്സിലായോ? എന്താണ്? ഈ ജ്ഞാനം നമ്മുടെ ചെവിയിലാണ് വന്ന് പതിക്കുന്നതെങ്കിൽ അത് തുറന്നത് ചെവിയല്ല, തുറന്നത് കണ്ണുകളെയാണ്. ഏത് കണ്ണുകളാണത്? അകക്കണ്ണിനെയാണ്. നമ്മുടെ ഉള്ളം ആണ് തുറന്നു കിട്ടിയത്, വിവേകം ആണ് തുറന്നു കിട്ടിയത്. അത് ഏതുപോലെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഈ മരുപ്രദേശം ആകെ ജലം വന്ന് നിറയുമ്പോൾ ഉണ്ടാകുന്നത് പോലുള്ള ഒരു അനുഭൂതിയാണ് അത്. ഈ ശ്ലോകം ഗുരുവിന്റെ അനുഭൂതിയുടെ തലമാണ്. ഇതുവരെയും പറഞ്ഞു വെച്ച ഒരാശയമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നമുക്ക് പലർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയാതിരുന്നത്. ഏകമായി ഞാൻ പരമ്പൊരുൾ എന്നൊക്കെ പറഞ്ഞപ്പോഴൊന്നും നമുക്കത് മനസ്സിലാകുന്നില്ല. കാരണം നമുക്ക് അനുഭവമായില്ല. ഇപ്പോൾ ഗുരു ആ ആശയത്തെ, ഏതാശയത്തെ? ഏകമായ ജ്ഞാനിലേക്ക്, ഏകമായ സത്യത്തിലേക്ക്, പരമ്പൊരുളിലേക്ക്, സർവ്വതിനും ആധാരമായിരിക്കുന്ന പരമകാരണമായ പരമേശ്വരൻ എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് അതങ്ങോട്ട് അനുഭവവേദ്യമാകുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലോക്കിലേക്ക് നോക്കുന്നത്. മതിയടോ, ഇതെങ്ങനെയെങ്കിലും തീർത്തിട്ട് എന്താ സംഭവം? ഇത് ഒരാശയം വെച്ചാണ്. ഈ ആശയത്തെ ആസ്പദമാക്കിക്കൊണ്ട് വേണം നമ്മൾ നമ്മളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ. ഇങ്ങനെ ഒരു സത്യമുണ്ട്, ആ സത്യത്തിലേക്ക്, ആ മൂല്യങ്ങളിലേക്ക്, ആ നിരുപാധികമായ മൂല്യങ്ങളിൽ എത്തുന്നതായിരിക്കണം. അപ്പോൾ ഞാൻ ഈ സാപേക്ഷതകളിൽ നിന്ന് വിടുവിക്കണം. ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ വേണ്ടി ഞാൻ ദുഃഖിക്കുന്നതായ അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഞാൻ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വേണം. എന്റെ ജീവിതം മുഴുവനും നിരുപാധികമായ സ്നേഹമായിരിക്കണം. എന്റെ അച്ഛനോ എന്റെ അയൽക്കാരോ എന്റെ മതമോ എന്റെ ജാതിയോ ഒക്കെ ആയതുകൊണ്ടല്ല ഞാൻ ഇഷ്ടപ്പെടുന്നത്. പിന്നെന്താണ്? സർവ്വ ജീവജാലങ്ങളെയും ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചെങ്കിൽ മാത്രമേ വാസ്തവത്തിൽ എനിക്ക് സ്വാസ്ഥ്യം കിട്ടുകയുള്ളൂ. ആ ജീവജാലങ്ങളെല്ലാം കൂടി ചേർന്നാണ് എൻ്റെ ഭൗതിക തലം പോലും മെച്ചപ്പെടുത്തുന്നത്. അമേരിക്കയിലോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലോ അല്ലെങ്കിൽ ചൈനയിലോ ഉണ്ടായിരിക്കുന്നവൻ ടൊമാറ്റോ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നമുക്കും കഴിക്കാൻ കഴിയുന്നത്. നമ്മൾ പല സാധനങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് മറ്റു പല രാജ്യങ്ങളിലുള്ളവർക്ക്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തുണ്ടായിരിക്കുന്ന എല്ലാ മനുഷ്യനും ഭൗതികമായി പോലും ഉപരിതലത്തിൽ പോലും ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ്. അപ്പോ പിന്നെ ആ ഒരു ഏകമായ നൂലിനെ നമ്മളെ കോർത്ത് ഇട്ടിരിക്കുന്നു എന്നുള്ളത് ആ ഏകമായ സത്യം തന്നെയാണ് ക്രിസ്ത്യാനിയിലും ഹിന്ദുവിലും ഇസ്ലാമിലും ഒക്കെ പ്രകാശിക്കുന്നത് എന്നറിയുമ്പോൾ
ആ ആശയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് വേണം നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടുന്നത് എന്ന് ഇവിടെ ഈ ശ്ലോകത്തിൽ പോലും എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത്? അധിക വിശാല മരുപ്രദേശമൊന്നായി നദി പെരുകുന്നത് പോലെ വന്നു നാദം ശ്രുതികളിൽ വീണു തുറക്കും അക്ഷി. ഗുരുവിന് ഈ പറയപ്പെടുന്ന ജ്ഞാനം ഒക്കെ തൻ്റെ കാതിൽ നിറഞ്ഞപ്പോൾ, അറിഞ്ഞപ്പോൾ, അതുകൊണ്ട് ഗുരുവിൻ്റെ അകക്കണ്ണ് ഉള്ളം തുറന്നു. അപ്പോഴുണ്ടാകുന്ന അനുഭൂതി എന്ന് പറയുന്നത് എന്താണെന്ന് ഗുരു 35-ാം ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലെ? ഒരു 10,000 വരുവതുപോലെ വരും വിവേകവൃത്തി. ആ വിവേകവൃത്തിയാണ് ഈ സ്നേഹം തുടങ്ങി ഉണ്ടായിരിക്കുന്ന മൂല്യങ്ങൾ. ആ ഒരു ആനന്ദം, അതിവിടെ തൻ്റെ അനുഭൂതിയായിട്ടാണ് ഗുരു അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ അകക്കണ്ണ് തുറക്കുന്നതിന് എന്തു വേണം എന്നാണ് ഏറ്റവും അവസാനത്തെ ലൈൻ പറഞ്ഞിരിക്കുന്നത്. അതിന് എന്തു വേണം? യഥമീയലും യതിവര്യനായിടേണം. യഥം ഈയലും, മനസ്സിനെ യമനം ചെയ്യുന്നവരായിരിക്കും. യഥമീയൽ തമിഴ് പദമാണ്. യഥം ഈയൽ, യഥമീയലും, മനസ്സിനെ യമനം ചെയ്യുന്ന യതിവര്യനായിടേണം. എടുത്തു പറഞ്ഞിരിക്കുകയാണ്. കാരണം എന്താ? നേരത്തെ യതിയെ കുറിച്ച് എങ്ങനെ പറഞ്ഞത്? കപടയതി എന്ന് പറഞ്ഞു. യമനം ചെയ്യാത്ത യതിയാണ് കപടയതി എന്ന് പറഞ്ഞത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് യഥമീയലും യതിയായിരിക്കണം. അപ്പൊ നോക്കൂ, നമ്മൾ ഓരോരുത്തരും ഈ പറയപ്പെടുന്ന കപടയതിയാണോ എന്ന് സ്വയം കണ്ണാടിയിൽ പോയി നോക്കി മനസ്സിലാക്കണം. നമ്മൾ ഭക്തിയുടെ പേരിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളും ഒക്കെ ആലോചിച്ചു നോക്കണം. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന സമാധാനം, ശാന്തി ഒരിക്കലും കിട്ടുകയില്ല. ഇവിടെ എന്ത് ചെയ്യണം? യഥമീയലും യതിവര്യനായിടേണം. യമനം ചെയ്യുന്ന മനോബുദ്ധീന്ദ്രിയങ്ങളെ യമനം ചെയ്യുന്നവൻ, പൂർണ്ണമായും തന്റെ നിയന്ത്രണത്തിലാക്കാൻ കഴിയുന്നവന് മാത്രമേ. അവർക്കെന്തായിരിക്കണം? അവർ ത്രിഭുവന സേവ കടന്നവരായിരിക്കണം. ത്രിപുടം ഒഴിഞ്ഞു തെളിഞ്ഞിരുന്ന ദീപം അവർക്ക് അനുഭവവേദ്യമാകണം. ആ ദീപമാണ് ഗുരു ഇവിടെയും പറയുന്നത്. അങ്ങനെ യഥമീയലും യതിവര്യൻ ആയിടേണം. രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, യമനം ചെയ്യണം. രണ്ട്, ശ്രദ്ധയുണ്ടാവണം. കാരണം എന്താണ്? ശ്രുതികളിൽ വന്ന് വീഴുന്നത്, നമ്മുടെ കാതിൽ വന്ന് വീഴുന്ന ശ്രുതിജ്ഞാനമുണ്ട്, ഗുരുവിന്റെ ഉപദേശങ്ങളാണ്. ഗുരുവിന്റെ ഉപദേശങ്ങളിൽ ശ്രദ്ധയുണ്ടാവണം. എന്താ ശ്രദ്ധ എന്ന് പറഞ്ഞാല്? ശ്രദ്ധ എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ കേട്ടിരിക്കുന്നതല്ല, പിന്നെയോ വിശ്വാസം. ഗുരുവിന്റെ വാക്കുകളിൽ വിശ്വാസം ഉണ്ടാവണം. അത് അതുപോലെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനാണെങ്കിൽ മാത്രമേ നമ്മൾ യഥമീയലും യതിവര്യനാവുകയുള്ളൂ. രണ്ട് കാര്യങ്ങൾ: ഒന്ന്, യമനം ചെയ്യുന്നവനായിരിക്കണം. രണ്ട് ഗുരുവിന്റെ വാക്കുകളിൽ ശ്രദ്ധയുള്ളവർ ആയിരിക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ആനന്ദത്തിലേക്ക്, ആ ഏകമായ സത്യത്തിൽ എത്തുന്നതിനുള്ള പാത തുറന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഏകമായ അതിലേക്ക് നമ്മൾ ആ രണ്ടിൽ നിന്ന് ഒന്നിലേക്ക് വരികയാണ്. രണ്ടുപേരും പറഞ്ഞ ജ്ഞാനികളിൽ നിന്ന് രണ്ടുപേരിലും പൊതുവായിരിക്കുന്ന ജ്ഞാനിലേക്ക് വരികയാണ്. അതാണ് ആ ശാസ്ത്രീയ സമീപനം എന്ന് പറയുന്നത്. അടുത്ത ശ്ലോകം. അടുത്ത ശ്ലോകത്തിന് നമ്മളൊരു ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. പതിനേഴാം ശ്ലോകം. അഴലെഴും അഞ്ചിതളാർന്നു രണ്ടു തട്ടായി ചുഴലും അനാദി വിളക്കു തൂക്കിയാത്മാ നിഴലുരുവായി എരിയുന്നു
നെയ്യതോ മുൻ പഴകിയ വാസന വർത്തി വൃത്തിയത്രേ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകം. അഴലെഴുമഞ്ചിതളാർന്നു രണ്ടു തട്ടായി ചുഴലുമനാദി വിളക്കു തൂക്കിയാത്മാ നിഴലുരുവായി എരിയുന്നു നെയ്യതോ മുൻ പഴകിയ വാസന വർത്തി വൃത്തിയത്രേ. ആത്മാവിൻ്റെ ഭാവം ഇവിടെ നമ്മൾ ഇതുവരെയുള്ള ശ്ലോകങ്ങളിൽ 16-ാം ശ്ലോകത്തിലാണ് അനുഭൂതിയുടെ ഒരു തലം കണ്ടത്. അതുവരെ ആ അനുഭൂതിയിലേക്ക് എത്തുന്നതിനുള്ള തടസ്സങ്ങൾ എന്താണ്, അതിനെ എങ്ങനെ നമ്മൾ അധീകരിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഗുരു അങ്ങനെ ആ അനുഭൂതിയിൽ വന്നതിന് ശേഷം ഒരു വ്യക്തി അല്ലെങ്കിൽ ഓരോരോ വ്യക്തിയെ എടുത്ത് ഒന്ന് പരിശോധിക്കുകയാണ് ഈ ആത്മസ്വരൂപത്തിന്റെ തലത്തിൽ നിന്നും. അപ്പൊ ഒരു നോക്കാം. അഴലെഴും അഞ്ചിതളാർന്ന രണ്ടു തട്ടായി ചുഴലും അനാദി വിളക്കു തൂക്കി ആത്മാ. അഴലെഴും, എന്താണ് അഴൽ? അഴലെഴും നേരത്തെ പറഞ്ഞ പോലെ ഒരു തമിഴ് പദമാണ്. അഴൽ, തീനാളം, എഴും, എരിഞ്ഞുകൊണ്ടിരിക്കുക. അഴൽ എഴും, തീനാളം എരിഞ്ഞുകൊണ്ടിരിക്കുന്ന 5 ഇതൾ ആണ്. 5 തിരി കത്തിക്കാൻ, അതാണ് 5 ഇതൾ എന്ന് പറയുന്നു. 5 ഇതളാർന്ന 2 തട്ടുള്ള ഒരു തൂക്കുവിളക്ക്. അനാദിയാണ്, ആദിയും അന്തവും ഇല്ലാത്തതാണ് ആ വിളക്ക്. എവിടെ നിന്നാണ് ഇത് തൂക്കിയിട്ടിരിക്കുന്നതും എവിടം വരെ ഇത് എത്തുമെന്നും ഒരു ധാരണയും ഇല്ല. തൂക്കി ആത്മാ. അങ്ങനെ ഒരു വിളക്ക് തൂക്കിയിട്ട് ആത്മാവ് നിഴൽ ഉരുവായി. ഉരു എന്താണ്? ശരീരം. നിഴൽ ഉരുവായി. തൻ്റെ നിഴൽ തൻ്റെ ഉരുവായി. തൻ്റെ ഉരു എന്ന് തൻ്റെ ശരീരം എന്നത് ഈ ഇരുട്ടാണ്, നിഴലാണ്. താൻ പ്രകാശമാണെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ആ നേരത്തെ ദീപം പറഞ്ഞു കഴിഞ്ഞു. ആ ദീപത്തിനൊരു നിഴലുണ്ടാവും. ആ നിഴലാണ് എന്തെന്ന് പറയുന്നത് ഭഗവാന്റെ ശരീരമായി ഇവിടെ വിളക്കായി അവതരിപ്പിച്ചിരിക്കുന്നത്. വിളക്ക് നിഴലാണ്, ആ ഏകമായ സത്യത്തിന്റെ നിഴലാണ്. അതിന് 2 തട്ടുണ്ട്, 5 ഇതളുമുണ്ട്. ഓരോ തട്ടിലും 5 ഇതൾ ഉണ്ട്. അത് എരിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അഴലെഴും 5 ഇതളാർന്ന 2 തട്ടാ ചുഴലും സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അനാദി വിളക്കാണ്. ആദ്യാന്തരഹിതമായി അതിൻ്റെ എവിടെ കൊളുത്തിയിരിക്കുന്നു, എവിടെ അവസാനിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെയുള്ള ആ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നെയ് എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യമാണ്. മുൻ പഴകിയ വാസന, വളരെ 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 പഴകിയ വാസനയാണ് അതിലെ നെയ്യായി ഇരിക്കുന്നത്. അതിലെ തിരിയ വർത്തി, അതും തമിഴ് പദമാണ്. വർത്തി എന്നാൽ തിരി. തിരി എന്നത് വൃത്തി, കർമ്മങ്ങളാണ്. 2 ഇന്ദ്രിയങ്ങളുടെയും കർമ്മങ്ങൾ എന്ന് പറയാം. ഇനി നോക്കാം, നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇതാണ് ആ വിളക്ക്. ഒരു രൂപം വരച്ചു വെച്ചിട്ടുണ്ട് അവിടെ. അനാദിയിൽ നിന്നാണ് വരുന്നത്, അനാദിയിലാണത് അവസാനിക്കുന്നത്, ആദ്യന്തരഹിതമായിരിക്കുന്നതാണ്. അങ്ങനെയുള്ള ഈ വിളക്കിന്റെ 2 തട്ടുകൾ എന്ന് പറയുന്നത്, ഒരു തട്ട് 5 ഇതളാണ്. 5 ഇതൾ എന്ന് പറഞ്ഞാൽ 5 തിരി കത്തിക്കാമെന്നാണ് അല്ലെ. വിളക്ക് നമ്മൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഇതൾ നിൽക്കുന്നുണ്ട്, 5 ഇതൾ. ആ 5 ഇതൾ എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങളാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് ഇന്ദ്രിയ വിഷയങ്ങളാണ്. ശബ്ദ, സ്പർശ, രസ, രൂപ, ഗന്ധം. കണ്ണിന് ദൃശ്യം. അങ്ങനെ 5 ഇന്ദ്രിയങ്ങൾക്കും ഉള്ള വിഷയങ്ങളുണ്ട്. അതാണ് രണ്ടാമത്തെ തട്ട്.
ഒരു വ്യക്തിയെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവർക്ക് എന്തുണ്ട്? ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും ഉണ്ട്. ഈ ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് സദാ ഇന്ദ്രിയങ്ങൾ പൊക്കൊണ്ടിരിക്കുകയാണ്. ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളുമായിട്ട് സന്നിഹർഷതയിലെത്തുമ്പോഴാണ് ആ ഇന്ദ്രിയ ജ്ഞാനം, അവിടെ അറിവ് ഉണ്ടാകുന്നത്. പഞ്ചസാര നാക്കിലിട്ട് കഴിയുമ്പോൾ മധുരമുണ്ടായി. പഞ്ചസാരയും നാക്കും തമ്മിലൊരു ബന്ധമുണ്ടായി. ഇന്ദ്രിയവും ആ വിഷയവുമായി ബന്ധമുണ്ടായപ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഒരു അറിവുണ്ടാകുന്നത്. അങ്ങനെ ഇന്ദ്രിയങ്ങൾ സദാ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. കർമ്മേന്ദ്രിയങ്ങളാണെങ്കിൽ ജ്ഞാനേന്ദ്രിയങ്ങളാണ്. അതായത് ആ ചലനത്തെയാണ് എന്തെന്ന് പറയുന്നത്? ആ കർമ്മത്തെയാണ് ഈ ചുഴലും അനാദി വിളക്ക് സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. ഇനി പ്രപഞ്ചത്തിലേക്ക് നമ്മളത് കൊണ്ടുവരികയാണെങ്കിൽ പ്രപഞ്ചത്തിലും ഇത് തന്നെയാണ്. സകല ജീവജാലങ്ങൾക്കും എന്തുണ്ട്? ഈ പറയപ്പെടുന്ന അവസ്ഥകളുണ്ട്. പ്രത്യേകിച്ച് മനുഷ്യന് തന്നെയുണ്ട്. അങ്ങനെ നമ്മൾ സമഷ്ടി തലത്തിൽ എടുത്തു കഴിഞ്ഞാലും ഇതിങ്ങനെ ഈ പ്രപഞ്ചം ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വ്യക്തി തലത്തിൽ എടുത്തു കഴിഞ്ഞാലും അത് ചലിച്ചുകൊണ്ടിരിക്കുക. വെറുതെ ഒരു സമയം, ഒരു സെക്കൻഡ് പോലും നമ്മൾ വെറുതെ ഇരിക്കുന്നില്ല, അല്ലെ? എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും. രാത്രി കിടന്ന് അതിന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ കൂർക്കം പിടിച്ചുകൊണ്ടൊക്കെയിരിക്കും. അപ്പോഴെല്ലാം ഈ കർമ്മം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അനാദി വിളക്കു തൂക്കി ആത്മാവിന്റെ ഉരുവാണ് ഈ വിളക്ക്. ആത്മാവിന്റെ ശരീരമാണ് ഈ വിളക്ക് എന്ന് പറയുന്നത്. അത് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ നെയ് അത് പ്രകാശിക്കുന്നെങ്കിൽ, അതിന്റെ ചലനം ഉണ്ടെങ്കിൽ ആ ചലനത്തിന് കാരണമായിരിക്കുന്നത് എങ്ങനെ അത് ചലിക്കണം എന്ന് തീരുമാനിക്കുന്നത് അതിനകത്ത് തന്നെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് മുൻ പഴകിയ വാസന. നമ്മൾ പറയില്ലേ, എന്റെ അച്ഛന്റെ വാസന, അപ്പൂപ്പന്റെ വാസന, അമ്മാവന്റെ വാസന കൊണ്ടാണ് എന്നൊക്കെ പറയും. യേശുദാസ് പാടുന്നത് അദ്ദേഹത്തിന്റെ അപ്പൂപ്പൻ നല്ല പാട്ടുകാരനായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലെ? അപ്പനും ആരെങ്കിലും ആവട്ടെ. അപ്പൊ ആ വാസന ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. എന്താണത്? ജീൻ. നമ്മളുടെ പല വാസനകൾക്കും കാരണം നമ്മളുടെ അച്ഛന്റെയും അമ്മയുടെയും, ചിലപ്പോൾ അപ്പൂപ്പന്റെ 5 അപ്പൂപ്പന്മാർക്ക് മുകളിലുള്ള ഒരു അപ്പൂപ്പന്റെ ഒരു ജീനായിരിക്കും നമുക്ക് ഡൊമിനേറ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഈ ജീനുകൾ വീണ്ടും 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 ഇങ്ങനെ വന്നുകൊണ്ട്, അപ്പൊ നമ്മൾ ഒരിക്കലും മരിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ തുടങ്ങിയെന്നാണ് ആദ്യ മനുഷ്യൻ ഉള്ളപ്പോൾ മുതൽ നമ്മളിവിടെ ഉണ്ടെന്നുള്ള ഓരോ ജീനുകളായിട്ടുണ്ട്. ആ ജീൻ കൈമാറി 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 വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് ഒരു നമുക്ക് എത്ര ശാസ്ത്രങ്ങളുണ്ട്. മുൻ പഴകിയ വാസന ഇപ്പോൾ ഉള്ളതല്ല, മുൻ പഴകിയതാണ്. നൂറ്റാണ്ടുകൾക്കും 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യനിൽ നിന്ന് ക്യാരി ഓവർ വരുന്ന ആ ജീനുകളെയാണ് ഇവിടെ ഈ വാസന എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ചലനത്തിനും നമ്മുടെ പ്രവൃത്തികൾക്കും നമ്മുടെ എല്ലാത്തിനും നമ്മുടെ വാസനകളാണ്, അല്ലേ? നമ്മൾ എഞ്ചിനീയർ ആകണമെന്ന് പറയുന്നതും ഒരു മെഡിക്കൽ ഡോക്ടർ ആകണമെന്ന് പറയുന്നതും ശാസ്ത്രജ്ഞനാണെന്ന് പറയുന്നതും ഒക്കെ നമ്മുടെ മുൻപാലനം ഉണ്ടായിരുന്നവരുടെ ജീനുകളിൽ ഏതെങ്കിലുമൊക്കെ ഡൊമിനേറ്റ് ചെയ്ത് വരുന്നതിനനുസരിച്ച് ഓരോ വാസനകളും മുമ്പ് നിൽക്കുന്നതാണ്. ആ വാസനകൾക്ക് അനുസരിച്ചുള്ള കർമ്മങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ കറക്കത്തിന്റെ കാരണം എന്ന് പറയുന്നത് ഈ നെയ്യ് ആണ്. ആ വിളക്ക് പ്രകാശിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്. 2, അവിടെ തിരി വേണമല്ലോ കത്തണമെങ്കിൽ. ആ തിരി എന്താണ്? വർത്തിയാണ്, കർമ്മങ്ങളാണ്. വർത്തികൾ, പ്രവൃത്തികൾ എന്ന് പറയുന്നതാണ്. ആ പ്രവൃത്തികൾ എന്തിനെ അനുസരിച്ചിരിക്കും? വാസനകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആ ജീനുകൾ തീരുമാനിക്കും ഞാൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോ ആത്മാവിന്റെ ഒരു വ്യക്തി രൂപമെടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് എന്നതാണ് ഈ 2 തട്ടുകളോടുകൂടി അനാദി വിളക്കായി തൂങ്ങിക്കിടക്കുന്നത്. ഇതിന് ആദ്യം എവിടെ എന്ന് ആർക്കും അറിയില്ല. എവിടെയാണ് ആദ്യമായിട്ടാണ് ഈ ജീൻ എവിടെ നിന്ന് തുടങ്ങി, ഈ ജീൻ എവിടെ ചെന്ന് അവസാനിക്കും എന്നും അറിയത്തില്ല. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നതാണ്. അത് ജനറ്റിക് സയൻസിന് പോലും ഡിക്ലെയർ ചെയ്യാൻ കഴിയുന്നില്ല, പറയാൻ കഴിയുന്നതല്ല ആ രഹസ്യം. അതുപോലെ തന്നെ അതനുസരിച്ച് കർമ്മം മനുഷ്യൻ ചെയ്യാൻ തുടങ്ങിയതും എന്നറിയത്തില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം എന്ന് തുടങ്ങിയെന്നോ എന്ന് അവസാനിക്കുമെന്നോ, അതിനെ മനുഷ്യൻ എന്ന് പറയുന്ന നമ്മൾ ഓരോരുത്തരും എന്ന് തുടങ്ങിയെന്നോ എന്ന് അവസാനിക്കുമെന്നോ പറയാൻ കഴിയാത്ത രീതിയിൽ അതിങ്ങനെ എരിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതാണ്. ഈ
എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇനി സംഭവിക്കുന്നത് എന്നുള്ളത് അടുത്ത ശ്ലോകങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് വ്യക്തമാവുകയാണ്. ഒരു ശ്ലോകം വളരെ ചെറിയ ശ്ലോകമാണ്, അത് സമയമുണ്ടാകും. സമയമായിരിക്കുന്നു. ഓക്കെ, അടുത്ത ഒരു ശ്ലോകം കൂടി നമുക്ക് ചർച്ച ചെയ്യാൻ സമയമുണ്ട്. അഹമിരുളല്ലിരുളാകിലന്ധരായി നാം അഹമഹമെന്നറിയാതിരുന്നതേ, അറിവതിനാലഹം അന്ധകാരമല്ലെന്ന് അറിവതിനിങ്ങനെ ആർക്കും ഓതിടേണം. അഹം ഇരുളല്ല. ഈ ഞാൻ എന്നത് ഒരു ഇരുട്ട് അല്ല. അഹമിരുളല്ല, ഇരുളാകിലന്ധരായി നാം അഹമഹമെന്ന് അറിയാതിരുന്നിടേണം. രണ്ടുപേരെ നമ്മൾ ഇരുട്ടിലിരുത്തിയില്ലേ? അവർ ഇരുട്ടിലാണല്ലോ ഇരുന്നത്, അല്ലേ? ഇരുട്ടിലിരുന്ന് ഒരാളിന് മറ്റാളിനെ കാണാൻ കഴിയില്ലായിരുന്നു, ഇയാളിന് ഇയാളെയും കാണാൻ കഴിയില്ല, അല്ലേ? അറിയുന്നവന് അറിയപ്പെടുന്നവനെ കാണാൻ കഴിയുന്നില്ല. അതായത് ജ്ഞാതാവിന് ജ്ഞേയത്തെ കാണാൻ കഴിയത്തില്ല. ഇവിടെ രണ്ടുപേരും ജ്ഞാതാവുമാണ് ജ്ഞേയവും. രണ്ടുപേരും അങ്ങോട്ട് പിന്നെ ചോദിക്കുകയാണ്. രണ്ടുപേരും അറിയപ്പെടുന്നവരാണ്, അറിയുന്നതുമാണ്. പക്ഷേ ഓരോരുത്തരും അവരെ അറിഞ്ഞുകൊണ്ടിരുന്നില്ലേ? എത്ര കുറ്റിയിരുട്ടാണെങ്കിലും നമ്മൾ ഞാൻ എന്ന ആ പ്രകാശം, ആ ബോധം നമ്മുടെ ഉള്ളിലുണ്ട്, അല്ലേ? ഏത് ഇരുട്ടിലാണെങ്കിലും നമ്മൾ ആഹാരം വന്നു കഴിഞ്ഞാൽ വാരി ചെവിയിലോട്ടൊന്നും കൊണ്ടുപോകില്ല, വായിൽ തന്നെ കൊണ്ടു, അല്ലേ? അടുത്തിരിക്കുന്നതിന്റെ പപ്പടം നമ്മൾ മോഷ്ടിച്ചാലും അതും വായിലേക്ക് പോകും. എന്താ കാരണം? ഞാൻ എന്ന ബോധം അവിടെ ഉള്ളിലുണ്ട്. അഹം ഇരുളല്ല. ഞാൻ എന്ന ആ ബോധം, ആ സത്യം ഇരുട്ടല്ല, അത് പ്രകാശമാണ്. അതുകൊണ്ട് തന്നെ അതൊരു രഹസ്യമല്ല, അതെല്ലാവരും അറിയുന്നതാണ്. അത് വളരെ പൊതുവായ ഒന്നാണ്, അത് പരസ്യമാണ്. അഹമിരുളല്ല, ഇരുളാകിലന്ധരായി നാം അഹം അഹം എന്ന് അറിയാതിരുന്നിടേണം. അങ്ങനെ ഇരുട്ടിലിരിക്കുമ്പോൾ നമ്മൾക്ക് നമ്മൾ ഉണ്ട് എന്ന് അറിയാൻ കഴിയുകയില്ല. നമ്മുടെ ഉള്ളും ഇരുട്ടായിരുന്നു എങ്കിൽ നമ്മൾ എടുക്കുന്ന പപ്പടം തലയിലോ ചെവിയിലോ ഒക്കെ അടിച്ചു കയറ്റി വെച്ചേനും. കാരണം എവിടാണെന്ന് അറിയണമെങ്കിൽ ഞാൻ ഉണ്ടെന്നുള്ളത് അറിയണമല്ലോ. അങ്ങനെ അല്ലല്ലോ സംഭവിക്കുന്നത്. ഏതിരുട്ടിലും ഞാൻ എന്ന ഉള്ളം പ്രകാശമാണ്. ഞാൻ പ്രകാശമാണെന്നുള്ളത്, ഞാൻ ഉള്ളതാണെന്ന് ഞാൻ അറിയുന്നു എങ്കിൽ സകലരും ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊരു രഹസ്യമല്ല, എല്ലാവരും അറിയുന്നതാണ്. അത് ആർക്കും ഓതിടേണം, ആർക്കും പറഞ്ഞു കൊടുക്കണം. ഇത് നമ്മുടെ മനസ്സിൽ ചില ധാരണകളൊക്കെ മാറ്റിത്തരുന്നതാണ്, അല്ലേ? ഇത് കേട്ട് കഴിഞ്ഞാൽ ഒഴിക്കണം എന്നൊക്കെ പറയുന്ന ചില സംഗമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഗുരു ഇവിടെ ഇതൊരു വലിയ ഒരു മൂല്യ നവീകരണം, ഒരു തിരുത്തലാണ്. ആ ധാരണകളെയൊക്കെ തിരുത്തിക്കളയുകയാണ്. ആ ശ്രുതിജ്ഞാനം അറിയുന്നതിന് ചില യോഗ്യതകളൊക്കെ ഗുരുവും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ യോഗ്യതകൾ ജാതിയോ മതമോ ഒന്നുമല്ല. ഇന്ന ജാതിക്കാരൻ, ഇന്ന വിഭാഗക്കാരൻ, ഇന്ന മതക്കാരൻ, അങ്ങനെ ഇരിക്കുന്നവൻ, ഇങ്ങനെ ഇരിക്കുന്നവനൊന്നും ഇത് വേണ്ടെന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഒരു വിഭാഗീയതയ്ക്കും ഇവിടെ പ്രസക്തിയില്ല. കാരണം അതൊരു രഹസ്യമല്ല, അതെല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അഹം ഇരുളല്ല, ഇരുളാകിൽ അന്ധരായി നാം അഹം അഹം എന്ന് അറിയാതിരുന്നിടേണം. ഏതിരുട്ടിലും
ഗുരു നിത്യചൈതന്യേതി അദ്ദേഹം അമേരിക്കയിൽ ചെന്നപ്പോൾ അവിടെ പെട്ടെന്നൊരു അസുഖം ഉണ്ടായി. അദ്ദേഹത്തിന് ഒരു വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നത് ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക്, അതായത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്ന വലിയൊരു കുഴലിൽ കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തെല്ലാം റെഡിയാക്കി കൈയെല്ലാം കെട്ടിയൊക്കെ വെച്ചിരിക്കുന്നു, കണ്ണുമെല്ലാം മൂടി വെച്ചിരിക്കുന്നു, ശരീരം മുഴുവൻ മൂടി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ കുഴലിലേക്ക് കടത്തി വെച്ചു. ഒരു ബട്ടൺ അമർത്തുമ്പോൾ അപ്പുറത്ത് ചെല്ലും. അപ്പൊ ഇവിടെ നിന്ന് പോയി അപ്പുറത്ത് ചെന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് ഗുരു തിരിച്ചു വന്നു. തിരിച്ചു കണ്ണു തുറന്നപ്പോൾ ഗുരു പറഞ്ഞത്, അഹമിരുളന്തിരാകിലന്ധരായി അഹമഹമെന്നറിയാതിരുന്നിടേണം. അവിടെ എനിക്ക് ഞാനുണ്ടോ എന്നിങ്ങനെ ചൊറിഞ്ഞു നോക്കാൻ പറ്റത്തില്ല. കൈ രണ്ടും കെട്ടി വെച്ചേക്കാണ്. കണ്ണ് അവിടെ ഇരുട്ടാണ്, കണ്ണടച്ചു വെച്ചിരിക്കുകയാണ്. മണത്ത് നോക്കാൻ പറ്റുന്നില്ല. ഒരു ഇന്ദ്രിയവും അവിടെ പ്രവർത്തിക്കുന്നില്ല. പക്ഷേ ഗുരു പറയുന്ന അപ്പോഴെല്ലാം ഞാനുണ്ട് എന്ന് ഞാൻ അറിഞ്ഞുകൊണ്ടേയിരുന്നു. അഹമിരുളല്ല. അഹമിരുളായിരുന്നെങ്കിൽ എല്ലാം മൂടിക്കെട്ടി വെച്ചപ്പോഴും ഞാനുണ്ട് എന്ന് ഞാൻ അറിയാതിരുന്നെയാണ്. അതുകൊണ്ട് ഗുരു പറയുന്നു, എന്താണ്? അതുകൊണ്ട് ഇത് ആർക്കും പറഞ്ഞു കൊടുക്കണം. അതിന് ചില യോഗ്യതകളൊക്കെ ഉണ്ട്, അത് സംശയമില്ല. അത് മനസ്സിലാക്കാൻ കഴിയുന്നവന് മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ബ്രഹ്മവിദ്യാ പഞ്ചകത്തിന്റെ ആദ്യത്തെ ശ്ലോകം തന്നെ അതാണ്. നിർവേദമാവന്യ സൻവിദ്വാനത്ര ശമാദിശങ്കലസദഃ സ്യാമുക്തികാമോ ഭുവി പശ്ചാദ്ബ്രഹ്മവിമുക്തമം പ്രണതി സേവാദ്യൈ പ്രസന്നം ഗുരും പൃശ്ചേത് കോഹമിദം കുതോ ജഗതി സ്വാമി വദത്വം പ്രഭോ. നിത്യാനിത്യ വിവേകം ഉണ്ടായിരിക്കണം. അങ്ങനെ ചില കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. 4 യോഗ്യതകൾ ഉണ്ടായിരിക്കണം. അറിയാനുള്ള ആഗ്രഹം, അതിനയാൾക്ക് ആ അന്വേഷണത്തിന്, നമ്മളിപ്പോ പറഞ്ഞ ആ ആശയത്തിലേക്ക് പോകാൻ കഴിയണം, ഏകമായ സത്യത്തിലേക്ക് പോകാൻ കഴിയണം എങ്കിൽ അതിന് ചില യോഗ്യതകളുണ്ട്. ആ യോഗ്യതകളുള്ള ആർക്കും ആ യോഗ്യതകൾക്കകത്ത് ജാതിയോ മതമോ വെളുപ്പോ കറുപ്പോ ചെറുപ്പമോ വലിപ്പമോ ഒന്നും ഇല്ല. ആർക്കും ഓതിടേണം എന്നാണ് ഗുരു എങ്ങനെ പറഞ്ഞുകൊണ്ട് ഏതിലേക്കാണ്? ആ ഏകമായ സത്യത്തിലേക്ക്, അല്ലെങ്കിൽ ഏകമായ ജ്ഞാനിലേക്ക് അനേകമായ ജ്ഞാനികളിൽ നിന്നും പ്രയാണം ആവശ്യമാണ്. ഈ അനേകമായ ജ്ഞാനികളെ നാം ഏകമായ ജ്ഞാനിലേക്ക് കൊണ്ടുവരണം. ഞാൻ വേറെ എന്നതിൽ നിന്നും ഞാൻ എന്നത് സർവ്വതിലും സർവ്വതും ആണ് എന്ന്, സർവ്വതിലും എന്നെയും എന്നെ സർവ്വത്തിലും കാണാൻ കഴിയണം. ആ അവസ്ഥയിൽ എത്തുമ്പോഴാണ് ആനന്ദം അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ശ്രേഷ്ഠ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു പ്രാപ്തി നാം കൈവരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ പറയാൻ കഴിയുന്നത്, ഒരു തീറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ. അങ്ങനെ ആ സത്യം, ആ ഏകമായ സത്യത്തിലാണ് സർവ്വതും. അവിടാണ് സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, അല്ലെ? മായയും മായാവിയും മായാവിനോദനും മായയെ നീക്കി സായുജ്യം നൽകുന്നതും ആയിരിക്കുന്ന സർവ്വതും ഏതാണ്? ഈ ഒരൊറ്റ ഏകമായ സത്യമാണ്. അതിൽ എന്നെ ഉറപ്പിച്ചു നിർത്തണമെന്നാണ്, അല്ലെ? ഒന്നായി നിന്നിടും തൃക്കുപോൽ ഉള്ളം നിന്നിൽ അസ്പന്ദമാകണം. ഉറച്ചോടിയിരിക്കണം. എന്നെ ആ മൂല്യങ്ങളിൽ നിന്നും വിടുവിക്കരുതേ.
ആ നിരുപാധികമായ മൂല്യങ്ങളിൽ ഉറച്ച്, അഥവാ നിരുപാധികമായ മൂല്യങ്ങളായ നിന്നിൽ, ആ ദൈവത്തിൽ, ആ ഏകമായ ഞാനിൽ ഞാൻ ഉറച്ചു നിൽക്കാൻ പ്രാപ്തനാകണമേ. അങ്ങനെ എത്തിയാൽ അതിൽ നിന്നും ഞാൻ വ്യതിചലിച്ച് പോകരുതേ എന്നാണ് പ്രാർത്ഥന അവിടെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് സമയമായി കഴിഞ്ഞു. അതുകൊണ്ട് ഈ 18-ാം ശ്ലോകത്തോടുകൂടി നമുക്കിവിടെ നിർത്താം. അടുത്ത ദിവസം നമുക്ക് അടുത്ത ശ്ലോകങ്ങളിലേക്ക് കടക്കാം. അങ്ങനെ ആ ഏകമായ ഒരു സത്യത്തിലേക്ക് അനേകതകളിൽ നിന്ന് എങ്ങനെ എത്താം എന്നത് ഓരോ ദിവസവും നമ്മെ ഗുരു പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്ഛ്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.